കർത്താവ് നൽകിയിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സന്ദേശം, നമ്മുടെ എല്ലാ കഷ്ടതകൾക്കും പ്രതിഫലം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാ കഷ്ടതകൾക്കും, ഒരു ചെറിയ കഷ്ടത പോലും വെറുതെ പോകില്ല. നമ്മുടെ എല്ലാ കഷ്ടതകൾക്കും പ്രതിഫലം ഉണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനം കേൾക്കുന്നവരും നിരന്തരം പ്രാർത്ഥനകളിൽ പങ്കുചേരാൻ ദൈവം അനുവദിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവരുമായ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദൈവത്തെ അറിയാതിരുന്ന കാലഘട്ടത്തിൽ പോലെ ആയിരിക്കില്ല ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ദൈവം നമ്മളെ നയിക്കുന്നത്. ചില ആളുകൾ എന്നോട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അവർക്കെല്ലാം പെട്ടെന്ന് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ വീട്ടിൽ നിന്ന് കഷ്ടത ഒഴിഞ്ഞിട്ട് നേരെയില്ല. അങ്ങനെ അനുഭവമുള്ളവരൊന്ന് കൈ ഉയർത്തണ്ട എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ കൈ ഉയർത്താൻ പറഞ്ഞാൽ നിങ്ങളിൽ കുറേ പേര് കൈ ഉയർത്തും. നിങ്ങൾ കുറേ പേര് കൈ ഉയർത്തി അത്രയ്ക്കും എനിക്ക് സന്തോഷം. എത്ര കൂടുതൽ പേര് കൈ ഉയർത്തുന്നോ അത്ര എനിക്ക് സന്തോഷമായിരിക്കും. കാരണം അതാണ് ശരിയായ ആധ്യാത്മിക വളർച്ച എന്ന് പറയുന്നത്. അതായത് നമ്മൾ ശരിയായ ആധ്യാത്മിക വളർച്ചയുടെ പാതയിലാണെങ്കിൽ, നമ്മൾ ധ്യാനം കൂടുന്തോറും നമ്മൾ പ്രാർത്ഥിക്കുന്തോറും നമ്മുടെ കാര്യങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ സഹനവും ഞെരുക്കവും കൂടി വരികയും, മറ്റുള്ളവർക്കെല്ലാം 5 അപ്പം വർദ്ധിപ്പിച്ച് 5000 പേർക്ക് കൊടുത്തതുപോലെ സ്ലീഹന്മാർക്കൊന്നും കൊടുത്തിട്ടില്ല. സ്ലീഹന്മാരോട് കതിരൊക്കെ പറിച്ചത് വളരെ പറഞ്ഞത്. പക്ഷെ ആളുകൾക്ക് 5 അപ്പമൊക്കെ പറിച്ച്, അല്ല 5 അപ്പം പറിച്ചല്ല, 5 അപ്പമൊക്കെ അത്ഭുതം ചെയ്ത് 5000 പേർക്കൊക്കെ അങ്ങോട്ട് കൊടുത്ത്, മീനൊക്കെ എന്താ നല്ല മീൻ കഷ്ണങ്ങളൊക്കെ അടിച്ചു വിടുകയാണ് ആളുകൾ എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർക്കൊന്നും അങ്ങനെയൊന്നും എപ്പോഴൊന്നും കൊടുത്തിട്ടില്ല. 12 പേരുണ്ടല്ലോ, അവർ മിക്കപ്പോഴും പട്ടിണിയിലും വിശപ്പിലൊക്കെ ആയിരുന്നു. അങ്ങനെ പട്ടിണി മൂത്തിട്ടാണ് എന്ത് ചെയ്തത്, കതിരൊക്കെ പറിച്ച് തിന്നാൻ തുടങ്ങിയത്. വേണമെങ്കിൽ ഇറച്ചി മീൻ ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിച്ച് കൊടുത്തുകൂടെ? ഇന്ന് നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടല്ലേ, ഓക്കെ, ഇന്ന് നിങ്ങളിത് കഴിച്ചു, ഒരാഴ്ചയല്ല കഴിച്ചിട്ട് ഇത് കഴിച്ചോളാം പറഞ്ഞ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൂടെ? അങ്ങനെയൊന്നും ഈശോ ചെയ്തില്ല. വേറൊരു വാക്കി പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തെ അറിയാത്ത കാലഘട്ടത്തിൽ ദൈവം നിങ്ങളോട് ഇടപെടുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ് കൂടുതൽ ദൈവത്തോട് അടുക്കുന്തോറും സംഭവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഓരോ വർഷവും എത്രമാത്രം കൂടുതൽ പ്രാർത്ഥന കൂട്ടുന്നോ, എത്രമാത്രം കൂടുതൽ നമ്മൾ ബൈബിൾ വായിക്കുന്നോ, എത്രമാത്രം കൂടുതൽ നമ്മൾ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നോ, അപ്പോഴൊക്കെ നമുക്ക് ചിന്തിച്ചാൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധമുള്ള ചില സംഭവങ്ങളും പ്രതിഭാസങ്ങളും ഉണ്ടാവുകയാണ്. അത് നമ്മുടെ വീട്ടിലുണ്ടാവും, നമ്മുടെ ഇടവകയിലുണ്ടാവും, നമ്മുടെ സഭയിലുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഈ അജയന്റെ കിഡ്നി 2 പോയി. അത്രയും ആത്മാർത്ഥമായി വർക്ക് ചെയ്ത അജയന്റെ കിഡ്നിയാണ് 2 അടിച്ചു പോയത്. 2 കിഡ്നി ഫെയിലിയറായി. എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ സഹനത്തിന്റെ മേൽ സഹനം. പക്ഷെ അജയൻ നല്ല സന്തോഷമായിട്ട് യേശുവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പിന്നെ വേറൊരാൾ 1 വർഷം കഴിഞ്ഞ് 1 വർഷം സഹിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സഹിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സഹിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരാളെ ഉയർത്തി. അയാളുടെ കിഡ്നി അയാൾ ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, അജയന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ ദൈവം അനുവദിച്ചു. അതിന് കുറച്ച് തടസ്സങ്ങൾ എപ്പോഴും ആകും. ഇഞ്ചോടിഞ്ച് തടസ്സങ്ങളാണ്. ഇഞ്ചോടിഞ്ച് തടസ്സം വന്നാൽ നിങ്ങൾ സന്തോഷിക്കണം. അതിന്റെ സൂത്രം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തായാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിന് ചിലത് ഇവിടെ ഇരിക്കുന്ന മാത്യൂസിന്റെ കാര്യം ചിന്തിക്കാം. ഇതാ ഇരിക്കുന്ന അടുത്തയാളുടെ കാര്യം, 3 പേരുടെ കാര്യം. ഈശോയോട് അടുക്കുന്തോറും കഷ്ടത, സഹനം, ഞെരുക്കം, തെറ്റിദ്ധാരണ, സമാധാനക്കേട്, വിഷമം, പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അപ്പം അതുകൊണ്ട് ഇതുപോലെ തന്നെ നിരവധി കരിസ്മാറ്റിക്കുകാരുടെ ജീവിതത്തിലും ധ്യാനം കൂടുന്നവരുടെ ജീവിതത്തിലും പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലും അവർക്ക് സമാനമായ അനുഭവങ്ങളുണ്ട്. മറിച്ചുള്ള അനുഭവമുള്ള ഒരു ചുരുക്കം പേരുണ്ട്. എന്നാൽ അടിക്കടി ഉയർച്ച അനുഗ്രഹമുള്ള ചുരുക്കം പേരുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളെയും കർത്താവ് ഒരുപാട് സ്നേഹിച്ച് കഷ്ടതയുടെ ജലവും പിന്നെന്താണ്
ക്ലേശത്തിന്റെ ജലവും കഷ്ടതയുടെ അപ്പവും കൊടുത്താണ് വളർത്തുന്നത്. ഞാൻ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ച് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ശരിക്കും പറഞ്ഞ് ഇവർക്കാണ് നല്ല അപ്പം കൊടുക്കേണ്ടത്. കഷ്ടതയുടെ അപ്പം കൊടുക്കേണ്ട ചില ആളുകൾ നമ്മുടെ മനസ്സിലിരിപ്പുണ്ട്. അവർക്കൊക്കെ നല്ല അപ്പം കൊടുക്കുന്നു. നമ്മുടെ ശരിക്കുള്ള ആളുകൾക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന് ജലവും കൊടുക്കുക. കയ്പ് നീർ ക്ലേശത്തിന് ജലം എന്ന് പറഞ്ഞാൽ എന്താ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കാനാ പറയുന്നത്. കർത്താവിന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ കൊടുക്കും. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇതിനെ കുറിച്ച് ചിന്തിച്ച സമയത്ത് അപ്പൊ കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്, നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിച്ചാൽ ഇതിന്റെ അർത്ഥം ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ വിളിയെക്കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങളുടെ വിളിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ചിന്തിച്ചാലാണ് നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാവുകയുള്ളൂ. എന്താണ് നമ്മുടെ വിളി? നമ്മുടെ വിളി നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കണ രണ്ട് ലോകങ്ങളുണ്ട്. ഒന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകള്. ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ ഇപ്പോൾ 800 കോടി അല്ലല്ലോ അല്ലേ, 1000 കോടിയുടെ അടുത്തായിട്ടുണ്ടാവും. കുറച്ച് കാലം മുമ്പ് 800 കോടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കൂടിയിട്ടുണ്ട്. 800 കോടി ജനങ്ങൾ, 900 കോടി ജനങ്ങൾ എന്ന് വിചാരിക്കുക. അത് ഇപ്പോഴത്തെ ഈ ലോകം, നമ്മുടെ മക്കള്, ബന്ധുക്കള്, മിത്രങ്ങള്, പിന്നെ നമ്മുടെ വാർഡിലുള്ളവർ, പള്ളിയിലുള്ളവർ, ഇടവക്കാര്, അവരുടെ മുമ്പിൽ നമുക്കൊരു ജീവിതമുണ്ട്. നമ്മുടെ മക്കളുടെ മുമ്പിലുള്ള ജീവിതം, നമ്മുടെ സ്കൂളിൽ നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിലുള്ള ജീവിതം, നമ്മുടെ ഇടവക്കാരുടെ മുമ്പിലുള്ള ജീവിതം. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് എന്താ? ഇവരുടെയൊക്കെ മുമ്പിൽ നമ്മളിങ്ങനെ പൊങ്ങിയിരിക്കണം എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ കണ്ണിൽ ഇരിക്കുന്നത് വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട്. അപ്പൊ ഒന്ന് ഈ ലോകമുണ്ട്, രണ്ട് വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്ത് എത്ര പേരുണ്ട്? ഇപ്പൊ ഇവിടെ 800 കോടിയാണെങ്കിൽ അവിടെ എത്ര പേരുണ്ടെന്ന് അറിയാവോ? അവിടെ ഈ ആയിരക്കണക്കിന് വർഷങ്ങളായി മരിച്ചുപോയ പുണ്യപിതാക്കന്മാര് ലക്ഷോപലക്ഷം കോടി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അസംഖ്യം എന്നാണ്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര. ഇവിടെ 800 കോടിയുടെ മുമ്പിലുള്ള ജീവിതം അല്ല ശരിക്കുള്ള റിയൽ ലൈഫ്. കോടാനുകോടി, ലക്ഷോപലക്ഷം കോടി ജനങ്ങളുള്ള വരാനിരിക്കുന്ന ലോകമുണ്ട്. ആ വരാനിരിക്കുന്ന ലോകത്തിൽ അവരുടെ മുമ്പിൽ, സ്വർഗവാസികളുടെ മുമ്പിൽ നമുക്ക് നല്ല വിലയും നിലയും, നല്ല സ്റ്റാറ്റസ്, നല്ല ഉയർച്ച ഉണ്ടാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ 10-30 വർഷം, 10-50 വർഷം അല്ലെങ്കിൽ 10-100 വർഷം ഈ കാണുന്ന ഈ ഡൂക്കിലുകളുടെ മുമ്പിലുള്ള വില കിട്ടിയിട്ട് എന്താ കാര്യം എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. എന്നാൽ ലക്ഷോപലക്ഷം കോടിക്കണക്കിനുള്ള അസംഖ്യം, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര ജനങ്ങളുള്ള വരാനിരിക്കുന്ന ലോകത്ത് കോടാനുകോടി വർഷങ്ങളുള്ള ജീവിതത്തിലേക്ക് നമ്മളുടെ പേര് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ അവിടേക്കുള്ള നിക്ഷേപങ്ങൾ കർത്താവ് തന്നെ എന്നോട് ഇഷ്ടമുള്ള, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമാണ്, എൻ്റെ കർത്താവിൻ്റെ താല്പര്യമാണ് എനിക്ക് അവിടെ നല്ല നിലയും വിലയും ഉണ്ടാകണം, എനിക്ക് അവിടെ നല്ല നല്ല സ്റ്റാറ്റസ്, നല്ല ഉയർന്ന സ്ഥിതി ഉണ്ടാകണം എന്നത് ഞാൻ ആഗ്രഹിക്കുന്നേക്കാൾ എൻ്റെ കർത്താവാണ് ആഗ്രഹിക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ. അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. ഒരു പറ്റം ആളുകളുടെ സ്ഥിതി ഭൗമികമായത് മാത്രം. കൂട്ടുകാരുടെ ഇടയിൽ എൻ്റെ പേരും വിലയും, ബന്ധുക്കളുടെ ഇടയിൽ നല്ല വീടും സാരിയും ചെരുപ്പും, കല്യാണം നടക്കുമ്പോൾ കുറെ സ്വർണ്ണമൊക്കെ ഇട്ട് നല്ല നിലയിൽ നിൽക്കണം, ഇങ്ങനെയൊക്കെ അല്ലാതെ, ഭൗമികമായത് മാത്രമല്ലാതെ സ്വർഗത്തിൽ നല്ല ഒരു മാല, അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടോ? സ്വർഗത്തിൽ നല്ല ഒരു കിരീടം, സ്വർഗത്തിൽ നല്ലൊരു സ്വീകരണം, സ്വർഗത്തിൽ നല്ലൊരു വിരുന്ന്, സ്വർഗത്തിൽ നല്ല ഈശോയോട് കൂടെ വിരുന്നിനിരിക്കുക, സ്വർഗത്തിലെ സന്തോഷം, സ്വർഗത്തിൽ അവിടെയുള്ളവരുടെ ഇടയിൽ ഉയർന്ന സീറ്റ്. ഇവിടെ നമ്മൾ ഉയർന്ന സീറ്റ്, മുൻപന്തിയുള്ള സീറ്റ്, ഉയർന്ന സ്ഥാനം, നല്ല മാല, അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല വീട്, സ്വർഗത്തിൽ നല്ല വീട്, സ്വർഗത്തിൽ നല്ല മാല, സ്വർഗത്തിൽ നല്ല ചെരുപ്പ്, സ്വർഗത്തിൽ നല്ല ഉയർന്ന സ്ഥിതി, നല്ല തിളക്കം. ഇത് നമുക്ക് കാണാൻ
സത്യവിധം നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഭൗമികമായത് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈശോ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഈ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന് ജലത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. ഭൗമികമായത് മാത്രം നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്. അടുത്ത് വായിച്ചു നോക്കിക്കേ, അടുത്ത രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്നാൽ നമ്മുടെ പൗരത്വം ധ്യാനം കൂടി, വചനം കേട്ടു, പ്രാർത്ഥിച്ചു, കുമ്പസാരിച്ചു, കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാനാഥനായി സ്വീകരിച്ചു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. അപ്പോ നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. നമുക്ക് അവിടെയാണ് യഥാർത്ഥ വീട്. നമുക്ക് അവിടെ നല്ല ഉയർന്ന നിക്ഷേപങ്ങൾ വേണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നിക്ഷേപമുള്ള, അവിടെ വലിയ സമ്പന്നന്മാരായി, അവിടുത്തെ വലിയ ധനികന്മാരായി നമ്മൾ അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഈശോ ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടെയുള്ള നമ്മുടെ സമ്പത്ത്, ധനം, നമ്മളെ ധനികനാക്കാൻ ഈശോ അനുഗ്രഹിച്ച് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ഈശോ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. കാരണം നമ്മുടെ പൗരത്വം അവിടെയാണ്. എന്നൊക്കെ പറഞ്ഞ ഹാലേലുയ്യ. താഞ്ചം ബ്രദർ എത്ര കടഞ്ഞ് കഷ്ടപ്പെട്ടാലും താഞ്ചം ബ്രദറിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഞ്ചം ബ്രദറിനെ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൽ ജലവും തന്ന കർത്താവ് അവിടെ ധനം കൂട്ടാൻ നോക്കും. ഉറക്കെ പറഞ്ഞ ഹാലേലുയ്യ. പട്ടായലത്തിന്റെ കാര്യം മോശം. പട്ടായലത്ത് പണ്ട് കാലത്ത് യാതൊരു ഇതുമില്ലാതെ എല്ലാവർക്കും നല്ല സ്വീകാരനായ വിധത്തിൽ എനിക്ക് ജീവിക്കാൻ അറിയായിരുന്നു. എന്നാൽ ഞാൻ ഓരോ വർഷം കൂടുതൽ കർത്താവിലേക്ക് അടുക്കും തോറും എന്താ, പല ആളുകളുടെ ശത്രുതയും വെറുപ്പും തെറ്റിദ്ധാരണകളും ആകെപ്പാടെ ഇപ്പൊ ഒരു ചപ്പലക്കട്ട പോലെ ആയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ സംശയം, ഈ അച്ഛൻ ശരിക്കുള്ള അച്ഛനാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊരു സംശയം. എനിക്ക് നിങ്ങളെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. അല്ലെങ്കിൽ സിസ്റ്റർമാർ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ ഹാലേലുയ്യ. ഈ അച്ഛൻ ശരിയല്ലെന്നൊക്കെ ചിന്തിക്കുന്ന വളരെയധികം നല്ല വിശ്വാസികളെ, ആത്മാർത്ഥതയുള്ള വിശ്വാസികളെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ ഹാലേലുയ്യ. അപ്പൊ അങ്ങനെ വളരെ തെറ്റിദ്ധാരണകളും വളരെ തരത്തിലുള്ള, പക്ഷെ എന്ത് ചെയ്യണം, നമ്മളത് നല്ല ആനന്ദമായിട്ട് ഇങ്ങനെ എടുക്കണം. നല്ല ബിരിയാണി ഉണ്ണുന്ന പോലെ അതൊക്കെ ഉണ്ണണം. നല്ല പൂമാല എടുത്ത് ഇടുന്ന മാതിരി നമ്മൾ ഇങ്ങനത്തെ ഉള്ള നിന്ദനങ്ങളും ആക്ഷേപങ്ങളൊക്കെ എടുത്തങ്ങോട്ട് ധരിക്കണം, എന്നിട്ട് അങ്ങോട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞ ഹാലേലുയ്യ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ വാക്യം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ വാക്യം ഈശോ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈശോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ ഭൂമിയിൽ വെച്ച് ശിഷ്യന്മാരെ 12 അപ്പോസ്തലന്മാരായി ഈശോയുടെ കൂടെ നടന്നാലുള്ള ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, എന്താ, പീഡനങ്ങളൊക്കെ ലഭിക്കും, അതിനുശേഷം വരാനിരിക്കുന്ന രാജ്യത്ത് നിങ്ങൾക്ക് ഞാൻ കരുതിയിട്ടുണ്ടാവുന്ന പറയണത്. ഇവിടെ വെച്ചെന്ന് കുറച്ചൊക്കെ കിട്ടും. പക്ഷെ വരാനിരിക്കുന്ന രാജ്യത്ത്, വരാനിരിക്കുന്ന ഒരു രാജ്യമുണ്ട്, വരാനിരിക്കുന്ന ഒരു യുഗമുണ്ട്, വരാനിരിക്കുന്ന കാലമുണ്ട്. വരാനിരിക്കുന്ന കാലം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വരാനിരിക്കുന്ന യുഗം എന്ന് പറഞ്ഞ എന്താ അർത്ഥം മക്കളെന്ന് ഉറക്കെ പറയാവോ? ഏതാ വരാനിരിക്കുന്ന യുഗം എന്ന് പറഞ്ഞ ഏതാ? അറിയില്ല. മോദിയുടെ കാലം കഴിഞ്ഞുള്ള കാലമാണോ? അല്ല. പിണറായിയുടെ കാലം കഴിഞ്ഞുള്ള കാലമാണോ? വരാനിരിക്കുന്ന കാലം എന്ന് പറഞ്ഞ ഏതാ? മരിച്ച് മരണത്തിനും അപ്പുറത്ത് നമുക്ക് കൈവരാൻ പോകുന്ന ഒരു കാലമുണ്ട്, വരാനിരിക്കുന്ന കാലം. ഉറക്കെ പറഞ്ഞ ഹാലേലുയ്യ. വരാനിരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ മരണത്തും അപ്പുറത്തുള്ള ലോകത്തെ കുറിച്ചാണ് കർത്താവ് സംസാരിക്കുന്നത്. വരാനിരിക്കുന്ന ഒരു കാലം, വരാനിരിക്കുന്ന കാലത്ത് ഞാൻ അവിടെ നിങ്ങൾക്ക് ഈ നിക്ഷേപമായിട്ട് അവിടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം, 1 തിമോത്തി 4:8. അവിടെ എന്താണ് ദൈവത്തിന്റെ വചനത്തിൽ പഠിപ്പിക്കണമെന്ന് അറിയാവോ? ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക, വ്യായാമം നടത്തുക, ഓടുക, പല്ല് തേക്കുക, ഇതിങ്ങനൊക്കെ സംഗതി ഉണ്ടല്ലോ, പുട്ടിയിടുക, അങ്ങനെ അതെല്ലാം നല്ല കാര്യം തന്നെയാണ്. കുറച്ചൊക്കെ പ്രയോജനം, ആളുകളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒരു വിലയൊക്കെ ഉണ്ടാവും. ശാരീരികമായ മേക്കപ്പ് കൊണ്ടും ശാരീരികമായ വ്യായാമം കൊണ്ടും പിന്നെ പരിശീലനമുണ്ട്. നല്ല ഓട്ടക്കാർക്ക് നല്ല പരിശീലനം കൊടുക്കുന്നില്ലേ? ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പൊ നമുക്ക് 2 ജീവിതമുണ്ട്. ഒന്ന് ഇപ്പോൾ ഉള്ള ഈ ജീവിതം, 2 വരാനിരിക്കുന്ന ജീവിതം. ഒന്ന് ഇപ്പോൾ ഉള്ള ഈ കാലം, 2 വരാനിരിക്കുന്ന കാലം. ഒന്ന് ഇപ്പോൾ ഉള്ള ഈ രാജ്യം, 2 വരാനിരിക്കുന്ന രാജ്യം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വരാനിരിക്കുന്ന ജീവിതം, വരാനിരിക്കുന്ന കാലം, വരാനിരിക്കുന്ന രാജ്യം, വരാനിരിക്കുന്ന സൗഭാഗ്യം.
ഇതിലൊക്കെ പറഞ്ഞ് ഹാലേലൂയ. ഹല്ലേലൂയ. രണ്ട് ലോകങ്ങളിലും ശ്രദ്ധയുള്ളവരാണ് ക്രിസ്ത്യാനികള്. എന്നൊക്കെ പറഞ്ഞ് ഹാലേലൂയ, ഹല്ലേലൂയ. ഹാലേലൂയ. ഹല്ലേലൂയ. രണ്ട് ലോകങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മള്. നമ്മളുടെ പ്രത്യാശ ഇവിടെ മാത്രമല്ല, നമ്മൾ ഇവിടെ ശരിക്കും ജീവിക്കും, നമ്മൾ വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഈ കാര്യം നമ്മൾ നമ്മുടെ കുട്ടികളും അറിയണം. എന്നൊക്കെ പറഞ്ഞ് ഹാലേലൂയ, ഹല്ലേലൂയ. ഹാലേലൂയ, ഹല്ലേലൂയ. ഹാലേലൂയ. ഹല്ലേലൂയ. കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 9-ാമത്തെ തിരുലിഖിതം, 1 Corinthians chapter 2 verse 9. 1 Corinthians 2:9. അവിടെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ, ദൈവം ജീവിക്കുന്നവനായ ദൈവം, ജീവിപ്പിക്കുന്നവനായ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഈ ഭൂമിയിൽ വെച്ച് പാപം ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ ഹൃദയത്തിൽ രാജാവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ. കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. അത്രയും വലിയ നിക്ഷേപം, അത്രയും വലിയ സന്തോഷം, അത്രയും വലിയ നല്ല പാരിതോഷികങ്ങൾ, നല്ല റിവാർഡ് പ്രതിഫലം വരാനിരിക്കുന്ന രാജ്യത്തിൽ ദൈവം എനിക്ക് തരും. എനിക്ക് വേണ്ടി സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 27-ാം തിരുലിഖിതം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 27-ാമത്തെ തിരുലിഖിതം. മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോട് ഒത്തു വരാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വലിയ പ്രധാന ദൂതന്റെ കാഹളധ്വനി മുഴങ്ങുന്നു, എല്ലാ മാലാഖമാരും വരുന്നു, സ്വർഗവാസിലെല്ലാം വരുന്നു. മനുഷ്യപുത്രൻ പ്രതാപത്തോടെ അഗ്നിജ്വാലകളുടെ മധ്യേ പ്രത്യക്ഷനാകുമ്പോൾ പിതാവിനോടൊത്ത് മഹത്വത്തിൽ ദൂതന്മാരോട് കൂടെ വലിയ അഗ്നിജ്വാലകളുടെ മധ്യ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ ഓരോരുത്തർക്കും ഇപ്പൊ വട്ടായലച്ചന് വേറെ, അജയന് വേറെ, താഞ്ചമ്പ്രത്തിന് വേറെ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് പേഴ്സൺ ബൈ പേഴ്സൺ, നിങ്ങൾക്ക് വേറെ, ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് വേറെ, കസേര ഇരിക്കുന്നവർക്ക് വേറെ, കഷ്ടപ്പാട് കൂടുതൽ സഹിക്കുന്നവർക്ക് കൂടുതൽ പ്രതിഫലം, കുറച്ച് സഹിക്കുന്നവർക്ക് കുറച്ച് പ്രതിഫലം, സുഖിക്കുന്നവർക്ക് നഷ്ടം, സഹിക്കുന്നവർക്ക് ലാഭം. ഇന്ന് നിങ്ങൾ വിചാരിക്കും സുഖിക്കുന്നവർ അവരാണ് ഭാഗ്യവാന്മാർ, നമ്മൾ മോശക്കാരെന്ന്. അങ്ങനെയല്ല. അന്നത്തെ സ്ഥിതി അനുസരിച്ച് ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ഈ ഒരു പ്രിൻസിപ്പിൾ അന്ന് മനസ്സിലാക്കും. ഭൂമിയിൽ വെച്ച് സുഖിക്കുന്നവർക്ക് നഷ്ടം, സഹിക്കുന്നവർക്ക് ലാഭം. അതാണ്. അപ്പൊ മനുഷ്യപുത്രൻ വായിച്ചു നോക്കിയേ, എന്താ പറയണത്? മനുഷ്യപുത്രൻ വരുമ്പോൾ എന്താ, അവൻ ഓരോരുത്തർക്കും ഒരു കോമൺ ആയിട്ട്, കൊല്ലംകാർക്ക്, പാലക്കാടുകാർക്ക് അങ്ങനെയല്ല കൊടുക്കണത്. ഓരോ വ്യക്തിയെയും, ശെമയോന്റെ പുത്രനായ പത്രോസ്, അങ്ങനെയല്ലേ, കേപ്പ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോരുത്തർ അപ്പന്റെ പേര് വിളിച്ചിട്ടായിരിക്കും തരാൻ പോണത്. എന്നെ വിളിക്കുന്നത് വട്ടായിൽ വർഗീസിന്റെ മകനായ സേവിയാർ വി ഇങ്ങോട്ട് മാറിക്കാൻ പറഞ്ഞു. അട്ടപ്പാടി കടന്ന് കുറെ കർഷകർ സഹിച്ചതല്ലേ, എന്താ പിടിച്ചോളാൻ പറഞ്ഞ്. കർഷകർ സഹിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ എന്റെ കാര്യം അതുണ്ടാവും. അതുകൊണ്ട് ദൈവം തന്നെ, ചിലപ്പോൾ നമ്മൾ കർഷകർ സഹിക്കും, ഇഷ്ടമില്ലെങ്കിൽ ദൈവം തന്നെ കർഷകർ തരും. എന്തെങ്കിലും ഇത്രയും കാലം ഓടി നടന്നതാണ്, അവിടെ വരുമ്പോൾ എന്തെങ്കിലും കാശിന് വിലയുണ്ടാകണം എന്ന് വിചാരിച്ച് കുറെ കഷ്ടതയും കുറെ തെറ്റിദ്ധാരണയും കുറെ ചീത്തവിളി എതിർപ്പും ഒക്കെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും ദൈവം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കിയാൽ നമ്മുടെ ഈ ജീവിതത്തിൽ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുറച്ച് ആത്മാർത്ഥമായി ഈശോയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുന്നവരുടെ ജീവിതത്തിൽ വരെ തകർച്ച കാണുമ്പോൾ നമുക്ക് പിന്നെ ആവേശം തോന്നും. പിന്നെ ആവേശം തോന്നും. ഇത് പോരാ, എനിക്ക് ഇതിൽ കൂടുതൽ വേണം, ഇത് പോരാ, എനിക്ക് ഇതിൽ കൂടുതൽ വേണം എന്ന് പറഞ്ഞ് ഈ ഒരു പാനപാത്രം കുടിക്കാൻ നമുക്ക് ഒരു ആവേശം ഉണ്ടാവും. ആവേശം ഉണ്ടാകണമെങ്കിൽ ആരെങ്കിലും ഇത് പറഞ്ഞു തരണം, എന്താണ് ഇതിന്റെ മർമ്മം എന്ന് പറഞ്ഞു തരണം. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിൽ ഇതിനെക്കുറിച്ച് കാണുന്ന ഇങ്ങനെയാണ്. 78-ാമത്തെ പാരഗ്രാഫ്. വിശുദ്ധ ഫൗസ്റ്റീനയൊക്കെ എന്താ വെച്ചാൽ, ഫൗസ്റ്റീനയുടെ പ്രശ്നം ഇതാണ്. അതൊന്ന് പറഞ്ഞിട്ട് അത് കാണിക്കാം. അതിനകത്ത് അണ്ടർലൈൻ ചെയ്ത കുറച്ച് ഭാഗമുണ്ട്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്ത് തന്നെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് എന്താ കുഴപ്പമെന്നറിയോ? വിശുദ്ധ ഫൗസ്റ്റീന എന്ന് പറഞ്ഞത് നല്ല സിസ്റ്ററാണ്, വിശുദ്ധയായ സിസ്റ്ററാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ പ്രത്യേകത എങ്ങനെയാണ്? വിശുദ്ധ ഫൗസ്റ്റീന ഇങ്ങനെ ഇരിക്കുമ്പം വിശുദ്ധ ഫൗസ്റ്റീനയുടെ ശരീരത്തിൽ മുഴുവനും ഭയങ്കരമായ ഒരു വേദന അങ്ങോട്ട് കയറും.
എപ്പോഴാ? രാത്രി കാലങ്ങളിൽ. രാത്രി 9 മണി വരെ കുഴപ്പമുണ്ടായാൽ 9 മണി തൊട്ട് നേരം വെളുക്കുന്നത് വരെ സഹിക്കാൻ പറ്റാത്ത വേദന. അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയണത് പോലെ അത്രയും വലിയ വേദന വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഉണ്ടാവും. അപ്പൊ അതിന് സഹിക്കാൻ പറ്റാതെ അവിടെ നിലവിളിക്കുക, അയ്യോ. അപ്പൊ എന്ത് ചെയ്യും? അവിടെ നല്ല മദർ, നല്ല കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അവരെല്ലാം ഓടി വരും. ഓടി വന്നിട്ട് ഈ ഫൗസ്റ്റീനെ ശരിക്കും കെയർ ചെയ്യും. അപ്പോൾ പറയും നമുക്ക് നാളെ രാവിലെ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാമെന്നൊക്കെ പറയും. എന്നിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് തന്നെ അവർ മദറും എല്ലാ സമൂഹത്തിൽ ഒത്തിരി പേര് ചേർന്ന് ആ വണ്ടിയൊക്കെ വിളിച്ച് ഫൗസ്റ്റീനെ കൊണ്ടുപോയി ഏറ്റവും നല്ല ഡോക്ടറെ കൊണ്ട് കാണിക്കും. ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് അതിനെ ഡോക്ടർ പരിശോധിച്ച് നോക്കുമ്പോഴേ യാതൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഒരു രോഗം കാണുന്നില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ മടക്കി അയക്കും. അപ്പം പകൽ വരുമ്പോൾ ഒരു കുഴപ്പമില്ല, ഫൗസ്റ്റീൻ അങ്ങനെ നന്നായിട്ട് എല്ലാ കാര്യമൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കും. രാത്രിയായ ഫൗസ്റ്റീനെ തുടങ്ങും. അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായിരിക്കും ഫൗസ്റ്റീനയുടെ സ്ഥിതി? ഫൗസ്റ്റീന പറഞ്ഞിങ്ങനെയാണ്, ശരീരത്തിലും എനിക്ക് സ്വൈര്യമില്ല, സമൂഹത്തിലുള്ള വിലയും പോയി. സമൂഹത്തിൽ എന്താ പറയണത്? ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഒരാഴ്ചയൊക്കെ അവർ നോക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെയാണെങ്കിലോ പകല് രോഗമില്ല, ഡോക്ടറെ അടുത്ത് ചിലപ്പോൾ രോഗമില്ല, എന്നാൽ രാത്രി കിടന്ന് ബഹളാണെങ്കിലോ. അപ്പോൾ അവർ പറയാം അതെ അത് ഓക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഇതാക്കുള്ളൂ. അപ്പൊ സമൂഹത്തിലുള്ള സർവ്വ വിലയും പോകും. സമൂഹത്തിൽ നമ്മളെ നല്ല വിലയോ നല്ല അഡ്രസ്സൊക്കെ കണ്ട് പോകും. സമൂഹത്തിൽ നമ്മളൊരു കള്ളിയെ പോലെയായി മാറും. സമൂഹത്തിൽ നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് പോലെയും ഒരു എന്താ പറയുന്നത് ഒരു തട്ടിപ്പുകാരനെ പോലെയായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഒരു തട്ടിപ്പുകാരി അല്ലെങ്കിൽ തട്ടിപ്പുകാരൻ. പറഞ്ഞ ഹല്ലേലൂയ. അത് ആര് നോക്കിയാലും മാറ്റാൻ പറ്റില്ല. ദൈവമാണത് അങ്ങനെ വെക്കണത്. ദൈവം അങ്ങനത്തെ ഒരു മുദ്ര അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആർക്ക് മാറ്റാൻ പറ്റും? അപ്പൊ കാണുന്നവര് കാണുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം സമൂഹത്തില്. അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ സമൂഹത്തില്, എനിക്കാണെങ്കിൽ പാലക്കാട്, പ്രത്യേകിച്ച് അട്ടപ്പാടിയില്, അല്ലെങ്കിൽ പാലക്കാട് അച്ഛന്മാരുടെ ഇടയിൽ എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ സമൂഹത്തിൽ അവരവർക്ക് എവിടെയാണോ അറിവും പരിചയമുള്ളവർ ആ പരിചയക്കാരുടെ മുമ്പിൽ നമ്മൾ തീർത്തും ഒരു വേസ്റ്റ് പോലെ ആക്കി കളയും. അതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത സമയത്ത് ഈ ഫൗസ്റ്റീനാമ്മ പറയാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ വന്നിരുന്നാൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല. കാരണം ഫൗസ്റ്റീനയ്ക്ക് മനസ്സിലാണല്ലോ ഇത് എന്താന്ന്. മനസ്സാവാച അറിഞ്ഞിട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഇതിങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല. അപ്പൊ ഈശോ പറയണതാണ്, വായിച്ചു നോക്കിക്കേ, ദൈവം ഒരാത്മാവിന് ഇപ്രകാരം വലിയ സഹനങ്ങൾ അയക്കുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള വലിയ കൃപകളും അവിടെ നിന്ന് കൊടുക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. ആ സമയങ്ങളിൽ ചെയ്യുന്ന ഒരു ശരണത്തിന്റെ പ്രവൃത്തി വഴി ദൈവത്തിന് വലിയ മഹത്വം ലഭിക്കുന്നു. അപ്പൊ നമ്മൾ ദൈവമേ നീ നല്ലവനാണെന്ന് ആ സമയത്ത് പറഞ്ഞാൽ മതി. ആ സമയത്ത് നമ്മൾ ദൈവത്തോട് പോലും ദൈവം പോലും എൻ്റെ കൂടെ ഇല്ലെന്നൊക്കെ പറയാൻ നിൽക്കും. അതാണ് നമ്മുടെ കുഴപ്പം. ആ സമയത്ത് പറയുന്നത് ദൈവം നല്ലവനാണ്, ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല, ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ഇങ്ങനെ പറയണത് നമ്മുടെ ആത്മാവിൻ്റെ ഗ്ലോറി, നമ്മുടെ ആത്മാവിൻ്റെ പ്രഭ, നമ്മുടെ ആത്മാവിൻ്റെ ഗ്രേറ്റ്നെസ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വർദ്ധിക്കും. ദൈവസ്നേഹം കൊണ്ട് നമ്മൾ മൂടും. പക്ഷെ അങ്ങനെ പറയാൻ പറ്റണം. അതിന് ദൈവം തന്നെ നമുക്ക് ആത്മീയമായ ചില പരിശീലനം തരും. അത് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹിക്കാത്തവർക്കൊക്കെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്താൽ ഉടനെ കിട്ടാൻ തുടങ്ങും. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം ഈശോ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈശോ എന്താ പറഞ്ഞു തീർക്കണറിയോ? സമാശ്വാസത്തോടെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വരൾച്ചയില്ല, ഒരു മരുഭൂമി അനുഭവം ഒന്നുമില്ല. പ്രാർത്ഥിക്കുമ്പോഴേക്കും മാലാഖ വന്ന് ചിറകടിക്കുന്നു, പ്രാർത്ഥിക്കുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് എല്ലാം കൂടെ തീയായിട്ട് ഇങ്ങനെ വന്ന് ചുറ്റിന് നിൽക്കുന്നു. അങ്ങനെ സമാശ്വാസത്തോടെ ഒരുപാട് അനുഭവങ്ങളോടെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകുന്നു, ഇങ്ങനെ തെറിച്ചിങ്ങനെ ഇങ്ങനെ പൊങ്ങിപ്പോകുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഭവങ്ങളോടും വലിയ അനുഭൂതികളോടും സമാശ്വാസത്തോടും കൂടെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ ഏറെ ഫലമുണ്ട് ഈ ഇങ്ങനെ അന്ധകാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി. ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ മതി ശരണത്തോടു കൂടെ. അതിന് ഒരു ദിവസം മുഴുവനും ഇരുന്ന് അനുഭവത്തോടെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വിലയുണ്ടെന്നാണ് പറയണത്. അതായത് നിങ്ങൾ അട്ടപ്പാടി സെയ്യോന് വന്ന് ഒരു ദിവസം മുഴുവനും നല്ല അനുഭവത്തിൽ ഇങ്ങനെ 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 നല്ല 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 തീയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉള്ളതിനേക്കാൾ പ്രതിഫലമുണ്ട് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ കർത്താവിന് വേണ്ടി ആത്മാർത്ഥമായി നിന്നിട്ട് എല്ലാവരാലും തെറ്റിദ്ധരിക്കപ്പെട്ട് എല്ലാവരാലും ചീത്ത വിളിക്കപ്പെട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല. അങ്ങനെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഇതൊക്കെ ഞാൻ സന്തോഷത്തോടെ എടുത്തോളാം,
അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും സ്വർഗത്തിൽ ഗ്രേറ്റ്നസ്, ഗ്ലോറി നിങ്ങളുടെ ആത്മാവിൽ ചൊരിയപ്പെടും. ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയത്, അത് വായിക്കുന്നതാണ്. വലിയ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സമാശ്വാസത്തിന്റെ ദൈവാനുഭവത്തിന്റെ പ്രാർത്ഥനകളെക്കാൾ ഒരു മിനിറ്റ് ആണെങ്കിൽ ഒരു മിനിറ്റ് ഈ കയ്പ് നിറഞ്ഞ പാനപാത്രം കുടിച്ചിട്ട് ദൈവമേ നന്ദി എന്ന് പറഞ്ഞാൽ അതിനുണ്ട്. ദൈവം ഒരാത്മാവിനെ അന്ധകാരത്തിൽ സൂക്ഷിക്കുന്നതിന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പുസ്തകത്തിനോ ഏതെങ്കിലും ഒരു കുമ്പസാരക്കാരനോ ആ ആത്മാവിനെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുകയില്ല. ആ ആത്മാവിനെ കുറിച്ച് നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. ദൈവം ഒരാത്മാവിനെ അന്ധകാരത്തിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും ആളുകളുടെ തെറ്റിദ്ധാരണ മാറില്ല, വീട്ടുകാരുടെ തെറ്റിദ്ധാരണ മാറില്ല. നമുക്ക് തന്നെ സംശയമാവും നമ്മൾ എന്താണ് ഈ കാണിക്കണേന്ന്. അത് ദൈവം അങ്ങനെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ശരണം ചെയ്താൽ മതി. ശരണത്തിന്റെ പ്രവൃത്തികൾ, വാക്കുകൾ പറയുകയും ചെയ്യുകയും ചെയ്താൽ മതി. വെറുതെ ഒന്നും വാക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ കുരിശ് വരയ്ക്കുക, ഹോളി വാട്ടർ തളിച്ച് ഇങ്ങനെയൊക്കെ വെക്കുക, ഇങ്ങനെ ഹോളി വാട്ടർ തൊട്ട് ഇങ്ങനെ കുരിശ് വരയ്ക്കുക, അല്ലെങ്കിൽ ചുണ്ടലൊക്കെ കുരിശ് വരയ്ക്കുക, അല്ലെങ്കിൽ ബൈബിൾ തൊട്ട് ബൈബിൾ ഇറങ്ങി കാണുമ്പോൾ എടുത്ത് ചുംബിക്കുക. ചില വിശുദ്ധന്മാരൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. ഇനി പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറയുന്നത്, ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ ഇതിനകത്ത് നന്ദി പറയണം, ഇത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നന്ദി പറഞ്ഞാൽ മതി. ബാക്കി ദൈവം ചെയ്തോളും. എപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. ദൈവം ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെക്കാൾ അറിവുള്ള ദൈവം നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. ദൈവത്തിന് തെറ്റ് പറ്റുകയില്ല. ഈ 2-3 കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്ന്, ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റില്ല. 2, ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. 3, എന്നേക്കാൾ കൂടുതൽ അറിവ് ദൈവത്തിനുണ്ട്. അറിവുള്ളവനായ ദൈവം ഏറ്റവും നല്ലതാണ് എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പൗസീന 90-ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. അതായത് വിശുദ്ധ പൗസീന നോക്കുമ്പോൾ വിശുദ്ധ പൗസീന്റെ കുമ്പസാരക്കാരനായ അച്ഛന്റെ ജീവിതത്തിൽ ഭയങ്കര സഹനങ്ങൾ. ഈ സഹനങ്ങളെല്ലാം കൂടെ കണ്ടപ്പോൾ വിശുദ്ധ പൗസീനയ്ക്ക് പേടിയായി. വിശുദ്ധ പൗസീനയ്ക്ക് മാത്രമല്ല, ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും ആഗ്രഹിക്കുന്ന ഒരു അച്ഛനായിരുന്നു ഈ വിശുദ്ധ പൗസീനയുടെ കുമ്പസാരക്കാരൻ. അപ്പോൾ ഈശോ ഒരു ദിവസം ഈ പൗസീനയുടെ അച്ഛനോട്, കുമ്പസാരക്കാരൻ അച്ഛനോട് ഈശോ പ്രത്യക്ഷപ്പെട്ട് ഈശോ നേരിട്ട് ശക്തമായി ഇൻസ്പിറേഷൻ കൊടുത്തു. ഇന്ന കാര്യങ്ങളൊക്കെ രൂപത ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ രൂപത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നേരെ ചെന്ന് ബിഷപ്പിനോട് പറഞ്ഞു, മറ്റച്ഛന്മാരോടും പറഞ്ഞു. അപ്പോൾ ഈശോ എന്ത് ചെയ്തു? ഈശോ അപ്പുറത്ത് കൂടെ ചെന്നിട്ട് ഈ ബിഷപ്പിനോട് പറഞ്ഞു, ഈ അച്ഛനെ സൂക്ഷിക്കണം, ഈ അച്ഛൻ്റെ തട്ടിപ്പുകാരനാണ്, അല്ലെങ്കിൽ ഈ അച്ഛനെ മറ്റച്ഛന്മാരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ചിന്ത ഈ അച്ഛനെ കുറിച്ച്. അപ്പോൾ എന്താ, ഭയങ്കരമായ സഹനം ഈ അച്ഛനുണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ ഇത് വിശുദ്ധ പൗസീന കാണുകയാണ്. ഉടനെ വിശുദ്ധ പൗസീന ഈശോ ചോദിച്ചു, കർത്താവേ, അങ്ങ് തന്നെയാണ് എൻ്റെ കുമ്പസാരക്കാരൻ അച്ഛനോട് ഇത് ചെയ്യാൻ പറയുന്നത്, അങ്ങ് തന്നെയാണ് രൂപത പോയി മറ്റെല്ലാ അച്ഛന്മാരെ ഈ അച്ഛനെതിരായിട്ട് തിരിക്കുന്നത്, ഇതെന്തൊരു എന്താണ് ഇതിന്റെ മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു കൊടുക്കുന്നതാണ് 90-ാമത്തെ പാരഗ്രാഫിൽ വിശുദ്ധ പൗസീന എഴുതി വെച്ചിരിക്കുന്നത്. വിശുദ്ധ പൗസീന പറഞ്ഞെങ്ങനെയാണ്, ഒരു ദിവസം എൻ്റെ കുമ്പസാരക്കാരൻ എത്രമാത്രം സഹിക്കണമെന്ന് ഞാൻ ആന്തരികമായി മനസ്സിലാക്കി. സുഹൃത്തുക്കൾ ഉപേക്ഷിച്ചു പോകും, എല്ലാവരും അങ്ങേക്കെതിരായും, അങ്ങയുടെ ശരീരശക്തി ക്ഷയിക്കും. അടുത്തത്, സഹനത്തിന്റെ ചക്കിലേക്ക് കർത്താവ് എടുത്തെറിഞ്ഞ ഒരു മുന്തിരിക്കൊല പോലെയാണ് അങ്ങെന്ന് ഞാൻ കണ്ടു. അവിടുന്ന് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് അവിടുന്ന് തന്നെ, ദൈവം തന്നെ അദ്ദേഹത്തിന് മാർഗതടസ്സം വരുത്തുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തോട് ഇപ്രകാരം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചു. കർത്താവ് പറഞ്ഞു, ഈ പ്രവൃത്തി എൻ്റേതാണെന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇപ്രകാരം പ്രവർത്തിക്കുന്നത്. അടുത്തത്, ഒന്നിനെയും ഭയപ്പെടേണ്ട എന്ന് അവനോട് പറയുക, രാവും പകലും എൻ്റെ കടാക്ഷം അവൻ്റെ മേലുണ്ട്. ഈ പ്രവൃത്തി കൊണ്ട് രക്ഷ പ്രാപിക്കുന്ന ആത്മാക്കളുടെ എണ്ണം അനുസരിച്ചുള്ള കിരീടങ്ങൾ കൊണ്ട് അവൻ്റെ കിരീടം ഞാൻ രൂപപ്പെടുത്തും. ഒരു പ്രവൃത്തിയുടെ വിജയത്തിനല്ല, അതിനുവേണ്ടിയുള്ള സഹനത്തിനാണ് സ്വർഗത്തിൽ കിരീടങ്ങൾ കിട്ടുക. നമ്മളിപ്പോൾ കൺവെൻഷൻ നടത്തിയാൽ വിജയമായി, ഇതിനല്ല കിരീടം കിട്ടാൻ പോണത്. ഈ കൺവെൻഷന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു, എത്രമാത്രം നഷ്ടപ്പെടുത്തി, എത്രമാത്രം വേദന സഹിച്ചു, എത്രമാത്രം തെറ്റിദ്ധാരണകൾക്ക് ഇരയായി, എത്രമാത്രം സാമ്പത്തികമായി നഷ്ടപ്പെട്ടു പോയി, എത്രമാത്രം സുഖം നഷ്ടപ്പെട്ടു. ഈ കൺവെൻഷന് വേണ്ടി എത്രമാത്രം നിങ്ങൾ നഷ്ടപ്പെടുത്തിയോ, എത്രമാത്രം വേദന നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നുവോ, അതിനനുസരിച്ചുള്ള കിരീടങ്ങൾ, അതിനനുസരിച്ച് ആത്മാക്കൾ രക്ഷ പ്രാപിക്കും. അതിനനുസരിച്ചുള്ള കിരീടങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ സ്വർഗത്തിൽ നിങ്ങൾക്കായി കിരീടങ്ങൾ രൂപപ്പെടുത്തും. അത്രയും വലിയ കിരീടം.
ഒരു കഷ്ടപ്പാടും ഇല്ല. നിങ്ങൾ വന്നു എല്ലാം. അപ്പം ഞാൻ പല കൺവെൻഷനും ഞാൻ കാണുന്നുണ്ട്, ചെല്ലുമ്പം തന്നെ സൗണ്ട് സിസ്റ്റം ആകെ താറുമാറാവും. ഇവിടെ നല്ല ബെസ്റ്റ് സൗണ്ട് സിസ്റ്റമാണ്. അല്ലെങ്കിൽ ഗാനം ആലപിക്കുന്നവരെല്ലാം താറുമാറാക്കിയിട്ടു അവിടെ. അതും അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ച് വലഞ്ഞിട്ടുണ്ട്, ദൈവമേ എത്ര പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്നാലും, എത്രമാത്രം ആഴ്ചകളോളം ഉപവസിച്ച് വന്നാലും ശരി, ഒന്നുകിൽ ഓർഗം കേടാവും, അല്ലെങ്കിൽ പാട്ടുകാരുടെ തൊണ്ട കേടാവും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ തൊണ്ട ശരിയാവില്ല. ഒരു പനി അങ്ങ് പിടിച്ച് ആകെ കറപ്പറ എന്ന് പറഞ്ഞിരിക്കും. അതും അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം, അതും അല്ലെങ്കിൽ അവിടെ 4 പേര് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടാവും, നമ്മുടെ ടെക്നീഷ്യൻസ്, അതും അല്ലെങ്കിൽ പുറകിലുള്ള 3-4 പേര് ഇരിക്കുന്നുണ്ടാവും. ഇത് നമുക്ക് ഏതെങ്കിലും ഭാഗത്ത്, അതായത് നമ്മൾ എന്താ പറഞ്ഞാൽ പലകയിൽ ആണി നിറച്ചിട്ട് അതിന് മുകളിൽ നമ്മളോട് നിന്ന് ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ, അതുപോലെ ആയിരിക്കും മിക്കവാറും പല ശുശ്രൂഷകളും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അപ്പൊ ഞാൻ എത്ര ചിന്തിച്ചിട്ട് എനിക്കത് മനസ്സിലാവും. നമ്മൾ പ്രത്യേകിച്ച് അഭിഷേകത്തിന് എടുക്കുന്ന സമയത്താണ് ഇതിന്റെ ദുരിതം മാക്സിമത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, വേറെ വല്ല നാടകം കളിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു ഗാനമേള അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ അഭിഷേകത്തിന് എടുക്കുമ്പോൾ ഭയങ്കര പുതിയ ഇത് മടുത്തു. നമ്മൾ അത്രയും കഷ്ടത്തിൽ അവശകൊളായിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്താണ് ഇതിൻ്റെയൊക്കെ രഹസ്യം മനസ്സിലായത്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. എത്രമാത്രം നന്നായി എന്നുള്ളതിനനുസരിച്ചല്ല ആത്മാക്കൾ രക്ഷ പ്രാപിക്കേണ്ടത്. നമ്മുടെ സ്വരം ഗംഭീരമായിരുന്നു, നമ്മുടെ ഗ്രാമർ എല്ലാം കറക്റ്റായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ മുഖം എല്ലാം അങ്ങോട്ട് കൂടി സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനൊന്നും അല്ല ആത്മാക്കൾ രക്ഷ പ്രാപിക്കാൻ പോണത്. നമ്മൾ അതിനു വേണ്ടി എത്രമാത്രം അരഞ്ഞു. ആട്ടുകല്ലിനകത്ത് കിടന്ന അരി കിടന്ന് അരയണ മാതിരിയാണ് ഓരോ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ട, അതിനുവേണ്ടി എത്രമാത്രം നമ്മൾ അരഞ്ഞു, എത്രമാത്രം ഇല്ലാതായി, എത്രമാത്രം നശിച്ചു, എത്രമാത്രം നമ്മൾ ചീഞ്ഞു. അതിനനുസരിച്ചാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം, നഷ്ടപ്പെടുക. അതിനനുസരിച്ചാണ് സ്വർഗത്തിൽ ആത്മാക്കൾ നേടുന്നത്, ആത്മാക്കൾ എത്തുന്നത്. അതിനനുസരിച്ച് അപ്പോൾ സ്വർഗത്തിൽ നല്ല പ്രഭയുള്ള ഡയമണ്ട് കൊണ്ടുള്ള കിരീടമുണ്ട്, ഡയമണ്ട് കൊണ്ടുള്ള കിരീടം. പിന്നെ എന്താ, പവിഴം കൊണ്ടുള്ള കിരീടം, അങ്ങനെ പല സാധനം ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽ സ്വർണം കൊണ്ടുള്ള കിരീടമുണ്ട്, വെള്ളി കൊണ്ടുള്ള കിരീടമുണ്ട്, വെങ്കലം കൊണ്ടുണ്ട്, ചെമ്പ് കൊണ്ടുണ്ട്, ഇരുമ്പ് കൊണ്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ വെറുതെ മൺചട്ടി എടുത്ത് തല വെച്ച് തരും, നടന്നോളം. കുറെ പേർക്ക് അതുണ്ടാവും. ഇവിടെ ഒരു കഷ്ടതയില്ലാതെ നല്ല സുഖമായിട്ട് എല്ലാ ശുശ്രൂഷ ചെയ്താൽ അപ്പൊ കർത്താവിന് എന്നോട് കരുണ തോന്നിയിട്ടുണ്ട്. ഈ അച്ഛന് മൺചട്ടി കൊടുത്താൽ പോരാ, എന്തെങ്കിലും ഇച്ചിരി വെളിച്ചമുള്ള എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോ എന്ത് ചെയ്തു, അപ്പൊ കർത്താവ് വന്ന് ഓർഗം കേടാക്കിയിടും. നമ്മുടെ അവിടെ കിടന്ന് കഷ്ടത സഹിക്കും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവും. നിങ്ങളെല്ലാം ധ്യാനം കഴിഞ്ഞ് നല്ല വിരിഞ്ഞ് ഇനി തൊട്ട് കർത്താവിനോട് നല്ല തീന്ന് ചെല്ലുമ്പം മകനോ മകളോ അവിടെ നിൽപ്പുണ്ടാവും. അതോടുകൂടി നിങ്ങളുടെ തീയെല്ലാം ശരിയായി കിട്ടും. ഒരു തെറ്റിദ്ധാരണ മതി, അല്ലെങ്കിൽ ഒരു പ്രശ്നം മതി, എല്ലാം തവിടുപൊടിയാവും. അപ്പം നിങ്ങൾ വിചാരിക്കും, ദൈവമേ എല്ലാം ആദ്യം പുതിയ നന്നായിട്ടൊന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച് എല്ലാം പോയല്ലോ. ഞാൻ നല്ല വിധ കുമ്പസാരിച്ച് ഇങ്ങനെ കൃപയിൽ നിറഞ്ഞിങ്ങനെ വരികയായിരുന്നു. പക്ഷേ എന്തായി, ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം തവിട് പൊടിയായി. ഭയങ്കര വിഷമാവും നല്ല ആത്മാക്കൾക്ക്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സത്യത്തിൽ ദൈവം തന്നെയാണ് നമ്മളവിടെ എളുപ്പം. അത് ആ സമയത്ത് ദൈവമേ നന്ദി, ദൈവമേ നന്ദി, അങ്ങയുടെ തിരുനാമം മഹത്വപ്പെടട്ടെ, എനിക്കിത് ഉണ്ടെങ്കിൽ ഇത് മതി. ഞാൻ ഇവിടെ എൻ്റെ ദൈവത്തിന് തെറ്റ് പറ്റില്ല, ദൈവം സർവശക്തനാണ്, ദൈവത്തിന് തെറ്റ് പറ്റില്ല, ദൈവമേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിനുള്ള ശരണമേറ്റ് പറയുക. നിങ്ങളുടെ ആത്മാവ് അതിവേഗം പുണ്യ പരിപൂർണതയിലേക്ക് ഉയരും. നിങ്ങളൊരു 10,000 ധ്യാനം കൂടുന്നതിനേക്കാളും പെട്ടെന്ന് ഭൂം എന്ന് പറഞ്ഞിട്ട് പുണ്യ പരിപൂർണതയിലേക്ക് കൃപ കൊണ്ട് ആത്മാവ് നിറയും. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഈ പ്രവൃത്തി കൊണ്ട് രക്ഷ പ്രാപിക്കുന്ന ആത്മാക്കളുടെ എണ്ണം അനുസരിച്ചുള്ള കിരീടങ്ങൾ കൊണ്ട് ഞാൻ അവനൊരു കിരീടം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണത്. അപ്പൊ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ എത്രമാത്രം കഷ്ടതയുണ്ടോ, എത്രമാത്രം ബുദ്ധിമുട്ടുകളുണ്ടോ, അതനുസരിച്ച് എനിക്ക് അവിടെ നല്ല നല്ല കിരീടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് എന്ന് ഒരു രഹസ്യം, ഒരു മിസ്റ്ററിയാണത്. ദൈവരാജ്യത്തിൽ ഈ രഹസ്യം വെളിപ്പെട്ട് കിട്ടിയാലാണ് ഇവിടെ നമുക്ക് ഈ കഷ്ടതയുടെ സമയത്ത് സന്തോഷത്തോടെ നിന്ന് ഇതെടുത്ത് ശുശ്രൂഷ ചെയ്യാൻ കഴിയുകയുള്ളൂ. എനിക്ക് പലപ്പോഴും അങ്ങനെ പറ്റിയിട്ടില്ലെന്നുള്ളത് കാര്യം നിങ്ങൾക്ക് നേരിട്ട് കൊണ്ട് മനസ്സിലായിട്ടുള്ള വിഷയങ്ങളാണ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം നിരന്തരം വീണ്ടും അവസരം തരും, പരിശീലിപ്പിക്കുകയാണ്. ആത്മീയമായ പരിശീലനം കൊണ്ട് കുറെ പ്രയോജനമുണ്ട്. ഈ ജീവിതത്തിന് വരാനിരിക്കുന്ന ജീവിതത്തിൽ അത് നമ്മുടെ ഗ്ലോറി വർദ്ധിപ്പിക്കും. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
വിശുദ്ധ പൗസീന ഡയറിയിൽ 86 ആ പാരഗ്രാഫിൽ വിശുദ്ധ പൗസീനോട് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്ന മറ്റൊരു കാര്യം ഇതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ കുമ്പസാരക്കാരിലൂടെ ദൈവം നിർവഹിക്കുന്ന ഈ ദൗത്യത്തിനായി അദ്ദേഹം എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കി. അത് കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ ഭയപ്പെട്ടു പോയി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, ഇത് അങ്ങയുടെ കാര്യമാണല്ലോ, എന്തുകൊണ്ടാണ് അങ്ങ് അച്ഛനോട് ഇങ്ങനെ പെരുമാറുന്നത്? അദ്ദേഹത്തോട് പ്രവർത്തിക്കാൻ കൽപ്പിക്കുമ്പോൾ തന്നെ അങ്ങ് തന്നെ പോയി തടസ്സങ്ങളും ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എഴുതുക, രാവും പകലും എൻ്റെ കണ്ണുകൾ അവന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. അവൻ്റെ യോഗ്യത കൂട്ടാനാണ് ഈ പ്രതികൂലങ്ങൾ അനുവദിച്ചിരിക്കുന്നത്. നല്ല ഫലങ്ങൾക്കല്ല, മറിച്ച് എന്നെ പ്രതിയുള്ള ക്ഷമയ്ക്കും കഠിനാധ്വാനത്തിനുമാണ് ഞാൻ പ്രതിഫലം നൽകുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ, എന്തുകൊണ്ടാണ് അച്ഛൻ ഇത്രമാത്രം കഷ്ടതയും കണ്ണുനീരും കൊടുക്കുന്നത് എന്ന് ചോദിച്ച പറയാണ്, അവൻ്റെ യോഗ്യത കൂട്ടാനാണ് ഈ പ്രതികൂലങ്ങൾ അനുവദിച്ചിരിക്കുന്നത്. അവൻ്റെ യോഗ്യത, ധന്യത വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ആത്മാവിൻ്റെ ധന്യത. നിങ്ങളുടെ ആത്മാവ് വെറുതെ ഇങ്ങനെ തവിടിന് ചാക്കിനകത്ത് കെട്ടിവെച്ച പോലെ ഇരുന്നാൽ മതിയോ? അതിന് കുറച്ചും കൂടെ എലവേഷൻ, കുറച്ചും കൂടെ അത് എലവേറ്റ് ചെയ്യപ്പെടണ്ടേ, അത് കുറച്ചും കൂടെ ഉയർത്തപ്പെടണ്ടേ, കുറച്ചും കൂടെ ധന്യത വേണ്ടേ? എങ്ങനെയാണ് ഈ ആത്മാവിന് ധന്യത കൂട്ടുന്നത്? ദൈവം തന്നെ അതിന് സാഹചര്യങ്ങൾ ഒരുക്കും. നമ്മുടെ ആത്മാവിന്റെ ധന്യത കൂട്ടാൻ സമ്പത്ത് കുറെ അങ്ങോട്ട് കൂട്ടിന്ന് വിചാരിച്ച ആത്മാവിന്റെ ധന്യത കൂടുവോ മക്കളെ? കൂടുവോ? ഉറക്കെ പറ, കൂടുവോ? കൂടില്ല. നിങ്ങൾ കുറെ അങ്ങോട്ട് പഠിച്ചു, നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിയെന്ന് വിചാരിച്ച് പഠിപ്പ് അങ്ങോട്ട് വർദ്ധിച്ചു എന്ന് വിചാരിച്ച ധന്യത കൂടുവോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? മെഡൽ വാങ്ങിയെന്ന് വിചാരിച്ച് കൂടുവോ? അവാർഡുകൾ കിട്ടിയെന്ന് വിചാരിച്ച് കൂടുവോ? ഈ ലോകത്തിന്റെ കയ്യടി നിങ്ങൾക്ക് എത്ര കിട്ടുന്നോ അതനുസരിച്ച് പിതാവിങ്കിൽ പ്രതിഫലം ഇല്ല. ഡൗൺ ഡൗൺ ഡൗൺ, താഴേക്കാണ്. ലോകത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിയാൽ പിതാവിങ്കിൽ പ്രതിഫലം ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈശോയ്ക്ക് അറിയാം നിങ്ങളുടെ ആത്മാവിന്റെ സ്ഥിതി. വരാനിരിക്കുന്ന രാജ്യത്ത് നിങ്ങളുടെ ആത്മാവിന്റെ സ്ഥിതി എന്താണെന്ന് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഈശോ ഈ അച്ഛന് കണ്ണുനീരങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. എന്തിനാ? ഈ അച്ഛന്റെ കിരീടങ്ങളുടെ പ്രഭ കൂട്ടാനും ഈ അച്ഛന്റെ ആത്മാവിന്റെ ധന്യത വർദ്ധിപ്പിക്കാനും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ ഈശോ പഠിപ്പിച്ചിങ്ങനെയാണ്. ലൂക്ക 12:15, സമ്പത്ത് കൊണ്ടല്ല മനുഷ്യ ജീവിതം ധന്യമാകുന്നത്. കണ്ടോ? അത് അണ്ടർലൈൻ ചെയ്തേ. സമ്പത്ത് കൊണ്ടല്ല മനുഷ്യ ജീവിതം ധന്യമാകുന്നത്. എങ്ങനെയാണ് ഒരു ആത്മാവ് ധന്യമാകുന്നത്? ഒരാത്മാവ് ധന്യമാകുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഈശോ നമുക്ക് വലിയ തരത്തിലുള്ള ഞെരുക്കങ്ങളും കണ്ണുനീരും അനുവദിക്കുമ്പോൾ, ആ സമയത്ത് നമ്മൾ ഗോതമ്പ് മണി പോലെ ചതഞ്ഞരഞ്ഞില്ലാതാകുന്ന സമയത്ത്, ഗോതമ്പ് മണി പോലെ നമ്മൾ നിലത്ത് വീണ് അഴിയുന്ന സമയത്ത്, ആ സമയത്ത് ദൈവമേ നന്ദി, ദൈവത്തിന് തെറ്റ് പറ്റുകയില്ല, ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. ദൈവം എനിക്കിത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ ആത്മാവിന് സ്വർഗത്തിൽ ഒരുപാട് ഗ്ലോറി, ഒരുപാട് പ്രഭയുള്ള കിരീടങ്ങൾ, ഒരുപാട് മഹത്വം എൻ്റെ ആത്മാവിൻ്റെ ധന്യത കൂട്ടാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ദൈവം എനിക്കിത് അനുവദിച്ചിട്ടുള്ളത് എന്ന് ദൈവത്തിലുള്ള ശരണം ഏറ്റുപറയണം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾക്ക് ക്ഷീണമായോ മക്കളെ? പവർ. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ കൊല്ലത്തുള്ളവരെല്ലാം സ്വർഗത്തിൽ നല്ല 4-5 നിലയുള്ള കിരീടങ്ങൾക്ക് അവകാശികളായി മാറണം എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞ കർത്താവെ, വരാനിരിക്കുന്ന കാലത്തെ കുറിച്ച് ചിന്തിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഉച്ചത്തിലൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, നന്ദി 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 നന്ദി. ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവെ, കൈകൾ നന്നായിട്ട് ഉയർത്തി എല്ലാ മക്കൾ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇവിടെയുള്ളവരും ഭവനങ്ങളിൽ ഇരുന്ന് ശുശ്രൂഷ കൂടുന്നവർ എല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ, കൃപ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരാനിരിക്കുന്ന രാജ്യത്ത്, വരാനിരിക്കുന്ന കാലത്ത്, വരാനിരിക്കുന്ന ജീവിതത്തിലുള്ള നിത്യതയിലുള്ള വലിയ ഗ്ലോറിയെ കുറിച്ച് ചിന്തിക്കാൻ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 11 തൊട്ട് 15 വരെ വാക്യങ്ങൾ. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 11 തൊട്ട് 15 വരെ വാക്യങ്ങൾ. കർത്താവ് പറയാണ്, യു ആർ ഫ്രീ,
ജീവനും മരണവും നിങ്ങളുടെ മുമ്പിലുണ്ട്. സമയവും നിങ്ങളുടെ സ്വന്തം, കൊല്ലം പട്ടണവും നിങ്ങളുടെ സ്വന്തം, വീടും നിങ്ങളുടെ സ്വന്തം, നാട്ടുകാരും നിങ്ങളുടെ സ്വന്തം. യു ആർ ഫ്രീ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അങ്ങനെ തന്നെ ചെയ്തു കൊള്ളട്ടെ. പാപക്കറ ഉരണ്ടവൻ ഇനി അങ്ങനെ തന്നെ കഴിഞ്ഞു, ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ, നോ പ്രോബ്ലം. നീതിമാൻ ഇഷ്ടമുണ്ടെങ്കിൽ നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ മനസ്സുണ്ടെങ്കിൽ വിശദീകരിക്കപ്പെടട്ടെ. ഇതാ ഞാൻ വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും. അവിടെ നിന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അത് നടനം ചെയ്തേ. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്ക് അനുസൃതം ഞാൻ പ്രതിഫലം തരും. ഞാൻ വരും, ഞാൻ ഡെഫിനറ്റ് ആയിട്ടും വരും. ഞാൻ അന്ന് ഓരോരുത്തർക്കും വേറെ വേറെ, അമ്മയ്ക്ക് ഉള്ള പ്രതിഫലം വേറെ, അപ്പനുള്ള പ്രതിഫലം വേറെ, മക്കൾക്കുള്ള പ്രതിഫലം വേറെ, മക്കളിൽ മൂത്ത മകനുള്ള പ്രതിഫലം വേറെ, ഇളയതിന് വേറെ. ആരാണോ ഭൂമിയിൽ കഷ്ടത സഹിച്ചത് അവർക്ക് സ്പെഷ്യൽ പ്രതിഫലമുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ വായിച്ചു നോക്കിയേ എന്താ പറയണത്? ഓരോരുത്തർക്കും അവരവരെ കഷ്ടതയ്ക്ക് അനുസരിച്ച് പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒടുവിലത്തവനും ആദ്യത്തവനും, ആദ്യവും അന്ത്യവും. ജീവന്റെ വൃക്ഷത്തിന് മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യം സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും പുറത്ത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് 16 അടുത്ത വാക്യം എന്താ പറയണമെന്ന് അറിയാവോ? അടുത്ത വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. അവിടെയാണ് കർത്താവ് പറയണത്, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങൾ ആർക്കെങ്കിലും ഇത് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ മാത്രം വരട്ടെ. വായിച്ചു നോക്കിയേ 16 വാക്യം വായിച്ചു നോക്കിട്ടെ. കർത്താവായ യേശു ഞാൻ സഭകളെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പറഞ്ഞെങ്ങനെയാണ്? ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ വരട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, അവൻ ജീവജലത്തിൽ സൗജന്യമായി പാനം ചെയ്യട്ടെ. ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് പാനം ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങളുടെ ആത്മാവിന്റെ ധന്യത കൂട്ടാൻ ആഗ്രഹമുള്ള ഒരു സോമനസ വരണം. സന്തോഷത്തോടെ വരുന്നവനെയാണ് കർത്താവ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് പറയണം, കർത്താവേ, ഈ ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാക്കി അവിടുന്ന് അനുവദിക്കുന്നതെല്ലാം സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്ന നല്ല ഒരു സഹന, ഒരു കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന് ജലവും എൻ്റെ കർത്താവ് തരുമ്പം ഞാനൊരു കർത്താവ് ഒന്നിച്ച് അതിനെ എടുക്കുന്ന ഒരു മാനസിക പൗരുഷം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 149 ഖണ്ഡികയില് ഇവിടെയാണ് അങ്ങനെയാണ് പറയുന്നത്. മഠാധികാരികൾ രോഗികളെ കുറിച്ച് വളരെ ശ്രദ്ധാലുക്കളായിരുന്നു, എന്നാൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവളായി തോന്നാൻ കർത്താവ് അനുവദിച്ചു. ഇത് വേറൊരു മേഖലയാണ്. നമ്മളെ ആരൊക്കെ എന്തൊക്കെ നോക്കിയാലും നമുക്കൊരു ഫീലിംഗ് അങ്ങ് കയറും, അടിച്ചു കയറും. എന്താ? ഇപ്പൊ എന്നോടൊന്നും താല്പര്യമില്ല. വാഴക്കൊല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വാഴക്കുറ്റി കൊണ്ട് എന്താ കാര്യം? ഇപ്പൊ നമ്മള് റിട്ടയറായി, നമ്മളെ കൊണ്ട് കാര്യമില്ലാതായി. നമ്മള് ഒരു വല്ലാത്തൊരു വിഷമം അങ്ങോട്ട് കയറും. അത് ചിലപ്പോൾ ശുശ്രൂഷകർക്ക് അങ്ങനെ ഉണ്ടാകാം. അല്ലാതെ ഒരു ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തി വേറൊരാളെ ശുശ്രൂഷയ്ക്കയറ്റി വല്ലാത്തൊരു പീഡ അങ്ങോട്ട് കയറും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ വിചാരിക്കാൻ ഇപ്പം നമ്മുടെ അവിടുത്തെ മാതരം കണ്ട് വിചാരിച്ചാൽ, അച്ഛനങ്ങോട്ട് വിചാരിച്ചാൽ, വികാരിച്ചനങ്ങൾ വിചാരിച്ചാൽ എല്ലാം അങ്ങോട്ട് നേരെയാക്കാമെന്ന് വിചാരിക്കരുത്. ഈശോ തന്നെയാണ് ഒരു ആത്മാവിനെ അന്ധകാരത്തിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ ഒരാൾക്കും ആത്മാവിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. വായിച്ചു നോക്കിയേ. എന്നാൽ മഠാധികാരികൾ വളരെ ശ്രദ്ധയോടെ എല്ലാം ശ്രദ്ധിച്ച് ക്രമീകരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവളായി തോന്നാൻ കർത്താവ് അനുവദിച്ചു. അവിടത്തേക്ക് പ്രവർത്തിക്കാൻ നല്ല ഗുരുവായ അവിടുന്ന് എല്ലാ സൃഷ്ടികളെയും പിൻവലിച്ചു. ചിലപ്പോൾ കർത്താവ് അങ്ങനെ പിൻവലിക്കും. മാസങ്ങളോട് ആരും ഫോൺ ചെയ്യാതെയാവും. നമ്മളിങ്ങനെ തട്ടിമ്പുറത്ത് ഉണങ്ങാനുള്ള കാപ്പിക്കുരു പോലെ അവിടെ കിടക്കും. ആരുമില്ല നോക്കാൻ. അവിടെ ഇട്ടങ്ങോട്ട് പോയി അവിടെ കിടക്കും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അവിടെ കിടക്കും. മാസങ്ങളോളം വർഷം അവിടെ കിടക്കും. മറ്റവരൊക്കെ ഓടി നടക്കും. അവിടെ കല്യാണങ്ങൾ നടക്കുന്നു, അവിടെ ബർത്ത്ഡേ പാർട്ടികൾ നടക്കുന്നു, നമ്മളെ വിളിക്കുന്നുമില്ല, അറിയിക്കുന്നുമില്ല. കർത്താവ് അങ്ങനെ ഒരു ആത്മാവിനെ തട്ടുംപുറത്ത് കൊണ്ടേ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറൊരാൾക്കും ആ സമയത്ത് കർത്താവ് അങ്ങോട്ട് തുറവി കൊടുക്കുകയാണ്. എല്ലാ സ്ഥലത്തുനിന്ന് കർത്താവ് വേർതിരിച്ച് ഒറ്റയ്ക്കാക്കും നമ്മളെ.
നമ്മളാണെങ്കിൽ എല്ലാവരോടും കൂടെ രോഷം കൊണ്ട് രോഷം അങ്ങോട്ട് നിറഞ്ഞു പോകുന്നത് നമുക്ക്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ കർത്താവ് കൃപ തോന്നി നമുക്ക് എൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് ശാന്തരാകും. ആദ്യം കുറച്ച് ദിവസങ്ങൾ രോഷങ്ങൾക്ക് പൊന്തിയാലും പിന്നെ നമ്മൾ ശാന്തരാകും. പിന്നെ കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും. എന്തായാലും ഇങ്ങനെയാണ് പറയണത്, അവിടെ നിന്ന് എല്ലാ സൃഷ്ടികളെയും പിൻവലിച്ചു. 279 പാരഗ്രാഫ്, 279 പാരഗ്രാഫ് വിശുദ്ധ ഫൗസ്റ്റീന പറയണ എങ്ങനെയാണ്? ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നതിലാണ് യഥാർത്ഥ ദൈവസ്നേഹം അടങ്ങിയിരിക്കുന്നത്. യഥാർത്ഥ ആത്മീയ വളർച്ച അടങ്ങിയിരിക്കുന്നത് അവിടെയാണ്. എന്ത് സംഭവിച്ചാലും ശരി, എന്ത് സംഭവിച്ചാലും ശരി, ഇപ്പൊ നമ്മൾ ചെവി തന്നെ കേൾക്കും. അപ്പൊ എന്ത് ചെയ്യണം? ദൈവമേ, അങ്ങയുടെ തിരുവിഷ്ടം നിറവേറട്ടെ, അങ്ങേക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല, അവിടെ നിന്ന് നല്ലവനാണ് എന്ന് പറഞ്ഞ് ദൈവത്തിലുള്ള ശരണം പറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറുന്നതിൽ സന്തോഷിക്കാൻ തുടങ്ങണം. ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറുന്നതിൽ സന്തോഷിക്കാൻ തുടങ്ങണം. നമ്മൾ എന്തിങ്ങനെ ഇരുന്നാൽ പോരാ, ആത്മീയമായി വളരണം. നമുക്ക് നല്ല നല്ല കിരീടങ്ങൾ സ്വർഗത്തിൽ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വായിച്ചു നോക്കിയേ, ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറുന്നതിലാണ് യഥാർത്ഥ സ്നേഹം അടങ്ങിയിരിക്കുന്നത്. നാം ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവൃത്തികൾ പോലും ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യണം. അപ്രകാരം ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് പ്രകടമാക്കാം. കർത്താവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നിന്റെ സഹനം വഴിയാണ് നീ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്. നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കാൻ പല കാര്യങ്ങളുണ്ട്. നമ്മൾ മെഴുകുതിരി കത്തിച്ചു വെക്കാം, പൂക്കൾ വെക്കാം, പള്ളിയൊക്കെ നന്നായിട്ട് ഒരുക്കാം, നന്നായിട്ട് ശ്രദ്ധയോടെ പ്രാർത്ഥനകൾ ഉച്ചരിച്ച് സ്ഫുടമായി ചൊല്ലാം. ഇന്ന് നമ്മൾ കുർബാനയ്ക്ക് നല്ല സ്ഫുടമായിട്ട് ഉച്ചരിച്ച് നല്ല പ്രാർത്ഥനകൾ നമ്മുടെ സഹോദരങ്ങൾ അർപ്പിച്ചു. നല്ല ഭക്തിയോടെ ജീവിക്കാം, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. എന്നാൽ ഈശോ വെളിപ്പെടുത്തുകയാണ്, ഒരാത്മാവ് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ദൈവം അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അനുവദിച്ചു കൊടുക്കുന്ന തിരസ്കരണം, ഉപേക്ഷിക്കപ്പെടൽ, ആരും നോക്കാത്ത വിധം പരിത്യക്താവസ്ഥ, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അച്ഛനും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. പരിത്യക്താവസ്ഥ, ഉപേക്ഷിക്കപ്പെടൽ, വേദന, രോഗം, കഷ്ടത, കണ്ണുനീര്, തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ, ഈ അവസ്ഥയിലെല്ലാം ഈ ആത്മാവ് ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് അത് സ്വീകരിച്ചാൽ, വായിച്ചു നോക്കിയേ, എന്താ പറയണത്? അങ്ങനെ ചെയ്താൽ അതങ്ങട് ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞത് അങ്ങോട്ട് ആ കഷ്ടതയുടെ ജലം സ്വീകരിച്ചാൽ, എൻ്റെ മകളെ, സഹനം വഴിയാണ് നീ എന്നെ ഏറ്റവും അധികം പ്രീതിപ്പെടുത്തുന്നത്. ഈ ഭൂമി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദൈവത്തിന്റെ സംപ്രീതി കൊണ്ടുവരുന്ന ഒരു പുഷ്പം നമുക്ക് അർപ്പിക്കാം. അതാണ് സഹനത്തിന്റെ പുഷ്പം. അതങ്ങോട്ട് വെച്ചാൽ അതിൽ ദൈവത്തിന് അത്രയും സംപ്രീതിയായിരിക്കും. അടുത്തത്, എൻ്റെ മകളെ, നിന്റെ ശാരീരികവും മാനസികവുമായ സഹനത്തിൽ സൃഷ്ടികളിൽ നിന്ന് സഹതാപം കാക്ഷിക്കരുത്. അത് ഞാൻ ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയൊരു ഓടി നടന്ന് എല്ലാവരോടും പറയും, ഷോ നിങ്ങൾ അറിഞ്ഞോ എന്നോട് അവരങ്ങനെ ചെയ്തത്, എന്നോട് ഇങ്ങനെ ചെയ്തു, ഒന്നുമില്ലെങ്കിൽ ഞാൻ 25 വർഷം ഇവിടെ ചെയ്തിരുന്ന ആളല്ലേ, ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു സിസ്റ്റർ, ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇത്രയും വർഷം ഉണ്ടായിരുന്ന ആളല്ലേ, എന്നത് ഇവരെല്ലാം ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയ പരിഭവം, പിറുപിറുപ്പ്, വിഷമ, സങ്കടം, പരാതി, കണ്ണുനീര്, ഇങ്ങനെ അങ്ങോട്ട് പോകും. പ്രളയമാണ്, പ്രളയം, പരാതി പ്രളയം. നിറകെ പറഞ്ഞ് ഹല്ലേലൂയ. വിഷമം അല്ലേ, ഒരു വിഷമം അങ്ങോട്ട് കയറും. നിറകെ പറഞ്ഞ് ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചു നോക്കിയേ, എന്താ പറയണത്? എൻ്റെ മകളെ, എൻ്റെ മകനെ, നിന്റെ ശാരീരികവും മാനസികവും കുടുംബപരവും ശുശ്രൂഷാപരവുമായ സഹനത്തിൽ സൃഷ്ടികളിൽ നിന്ന് നീ സഹതാപം കാക്ഷിക്കരുത്. കലർപ്പില്ലാത്ത നിഷ്കളങ്ക സ്നേഹത്തിന്റെ പരിമളം ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. സൃഷ്ടികളിൽ നിന്ന് മാത്രമല്ല, നിന്നിൽ നിന്ന് തന്നെ നീ വിടുതൽ പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യും? നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒച്ചവെക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അതായത് പറഞ്ഞെങ്ങനെയാണ്, ഡിനൈ യുവർസെൽഫ്. നീ നിനക്ക് വേണ്ടി നീ ഉള്ള കാര്യം നീ കർത്താവിനെ ഏൽപ്പിക്കുക. അപ്പൊ ദൈവം ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കുട്ടി, ആ കുട്ടീനെ ക്ലാസ്സിലെ ടീച്ചർ തെറ്റിദ്ധരിച്ച് കഠിനമായി എല്ലാവരുടെ മുമ്പിൽ ശാസിച്ചു. ആ കുട്ടി നിശബ്ദനായി അവിടെ നിന്ന് അതെല്ലാം സഹിച്ചു. ഒരൊറ്റ അക്ഷരം, 9ാം ക്ലാസ്സിലെ കുട്ടിയാണ്, ഒരൊറ്റ അക്ഷരം തിരിച്ചു പറഞ്ഞില്ല. ഇതിന്റെ ഇന്റർവെൽ സമയത്ത് കൂട്ടുകാരൊക്കെ വന്നത്, നീ എന്തിനാണ് മിണ്ടാതെ നിന്നത്, നീ എന്തെങ്കിലുമൊക്കെ പറയേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ട് സംസാരിക്കാന്നൊക്കെ. അവൻ പറഞ്ഞില്ല, ഒരു കുഴപ്പമില്ല, ടീച്ചർ പറഞ്ഞ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരൊന്നും അനുവദിച്ചില്ല ഒരു അക്ഷരം എതിരായിട്ട് സംസാരിക്കാൻ. 2 മാസം കഴിഞ്ഞപ്പോഴാണ് ടീച്ചർക്ക് മനസ്സിലായത് ഈ കുട്ടി ആ തെറ്റ് ചെയ്തിട്ടില്ല.
അതുകൊണ്ട് ആ കുട്ടി അന്ന് നിരപരാധിയായിരുന്നു. നിരപരാധീനെയാണ് ശാസിച്ചതും പബ്ലിക്കായിട്ട് സ്കോൾഡ് ചെയ്തതും. അപ്പോൾ ടീച്ചർക്ക് മനസ്സിലാവണം. ടീച്ചർ കുട്ടിയോട് ചോദിച്ചു, അല്ല നിന്നെ ഞാൻ അന്ന് സ്കോൾഡ് ചെയ്തപ്പോൾ നിനക്ക് പറയാൻ പാടില്ല, നീയല്ല വേറൊരാളാണ് ചെയ്തതെന്നുള്ള കാര്യം നിനക്കങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അപ്പോൾ ആ കുട്ടി പറയാണ്, ടീച്ചറെ, സിസ്റ്ററെ അല്ലെങ്കിൽ ടീച്ചറെ, പീലാത്തോസിന് മുമ്പിൽ നിന്ന ഈശോയുടെ കൂടെ നിൽക്കാൻ കിട്ടിയ അവസരമായിരുന്നു, ഞാനത് നഷ്ടപ്പെടുത്താൻ പാടുണ്ടോ? ഞാനത് പീലാത്തോസിന് ഈശോയുടെ കൂടെ കുറച്ചു നേരം നിന്ന് നോക്കിയതാണ് എന്ന് ആ കുട്ടി സന്തോഷമായിട്ട് ആ കുട്ടി പറഞ്ഞു. ടീച്ചറോട് എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാനങ്ങനെ സന്തോഷമായിട്ട് ഞാനും ഈശോയും കൂടെ ഒന്നിച്ചവിടെ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്കിയേ, സൃഷ്ടികളിൽ നിന്ന് ആരിൽ നിന്ന് സഹതാപം കാക്ഷിക്കുന്നില്ല. അവർക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തോട്ടെ. ഇവിടെ നമ്മൾ ഈശോയും പീലാത്തോസിന് മുമ്പിൽ ഈശോയും കുട്ടിയും കൂടെ ഒരുമിച്ച് നിന്ന് അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ടീച്ചറോട് വിഷമമില്ല, പരാതിയില്ല, വീട്ടിൽ പോയി കംപ്ലൈന്റ് ഇല്ല, അവിടെ കൂട്ടുകാരുടെ സഹതാപമൊന്നും തോന്നില്ല, രണ്ടുപേരെ സംഘടിപ്പിച്ച് എന്തെങ്കിലും എഴുതാനൊന്നും തോന്നണില്ല. ഇതാണ് ശരിക്കും ഈശോയിൽ വളരുന്ന ഒരു ആത്മാവ്. ലോകത്തിന് അനുരൂപരാകരുത്. നിങ്ങളുടെ മനസ്സിനെ നവീകരണം വഴി നിങ്ങൾ ഈശോയായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ നേരത്തും നിങ്ങൾക്ക് ഈശോയുടെ കൂടെ നടക്കാനുള്ള അവസരമുണ്ട്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ നിന്നിൽ നിന്ന് തന്നെ വിടുതൽ. ആ സമയത്ത് വേണമെങ്കിൽ തോന്നും നമ്മൾക്ക് നമ്മളോട് തന്നെ സ്നേഹമുണ്ട്, അപ്പൊ നമ്മൾ ടീച്ചറോട് ഷൗട്ട് ചെയ്യാൻ തോന്നും, ടീച്ചറോട് എതിർക്കാൻ തോന്നും. ഞാനും ചെയ്തില്ല, എന്തിനാ ടീച്ചർ എന്നെ വെറുതെ കുറ്റം പറയണത്, തിരിച്ചു പറയാൻ തോന്നും. ഡിനൈ യുവർസെൽഫ്. നീ നിന്നെ തന്നെ പരിത്യജിക്കുക, കർത്താവിൽ നീ വളർന്നു വരും എന്നൊക്കെ പറഞ്ഞ അതാണ് പറഞ്ഞത്. നീ നിന്നിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം എന്ന് പറയണത് അതുകൊണ്ടാണ്. നീ സൃഷ്ടികളിൽ നിന്ന് സഹതാപം കാക്ഷിക്കാതിരുന്നാൽ മാത്രം പോരാ, നീ നിന്നിൽ നിന്ന് തന്നെ വിടുതൽ പ്രാപിക്കുന്ന പറഞ്ഞാൽ നീ നിന്നെ തന്നെ പരിത്യജിക്കണം. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 1258 1268 പറഞ്ഞത് എങ്ങനെയാണ്? ഈശോ ഒരു ദിവസം വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് വിശുദ്ധ ഫൗസ്റ്റീനോട് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ലോകത്തിൽ ഓടി നടന്ന് നല്ല തീയായിട്ട് ആക്റ്റീവായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി ശുശ്രൂഷകരുണ്ട്. അങ്ങനെ പാറി പറന്ന് നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകരെക്കാൾ കൂടുതൽ ആത്മാക്കളെ നേടുന്നത് സഹിക്കുന്ന ആത്മാക്കളാണ്. സഹിക്കുന്ന ആത്മാക്കളാണ്. അത് വായിച്ചു നോക്കിയേ, എന്താ എഴുതിയിരിക്കുന്നത്? സഹിക്കുന്ന ഒരാത്മാവ് പ്രവർത്തനനിരതമായ ഒരാത്മാവിനേക്കാൾ കൂടുതൽ ആത്മാക്കളെ നേടും. അനുഗ്രഹമാണ് കൂടുതൽ. അപ്പോൾ ഞാൻ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യണു, അജയൻ അവിടെ കടന്ന് സഹിക്കുന്നു എന്ന് വിചാരിക്കുക. അജയനാണ് കൂടുതൽ ആത്മാക്കളെ നേടുന്നതും കൂടുതൽ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകണം. നമ്മൾ വിചാരിക്കും രോഗിയായി കടന്നാൽ പിന്നെ നമ്മുടെ കാര്യം പോകാം. ഞാൻ ചിലർ കേട്ടിട്ടുണ്ട്, ഈ ഓടി നടക്കുന്ന സമയത്ത് മാത്രമേ ഇതുള്ളൂ, പിന്നെ കിടപ്പായി ഒരാൾ പോലും നമ്മളെ നോക്കാം. ആ സമയത്താണ് ശരിക്കും നമുക്ക് നല്ല കൂടുതൽ ആത്മാക്കളെ നേടാൻ പറ്റിയ സമയം. എന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കിടക്കുന്ന സമയത്തും നിങ്ങൾ രോഗിയായിരിക്കുന്ന സമയത്തും നിങ്ങൾ തിരസ്കരിക്കപ്പെടുന്ന സമയത്തും നിങ്ങൾ എല്ലാത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സമയത്തും നിങ്ങൾ നിയമം വഴി നിങ്ങൾ വിലക്കപ്പെടുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് ആത്മാക്കളെ നേടാൻ പറ്റും. ആത്മാക്കളെ നേടാൻ പറ്റും. നിങ്ങൾ ഓടി നടക്കണമെന്നൊന്നൊരു നിർബന്ധമില്ല, പ്രസംഗിക്കണമെന്നൊന്നൊരു നിർബന്ധമില്ല. ദൈവത്തിന്റെ വെളിപാടിനനുസരിച്ച് ഈ ആത്മാവിനെ കർത്താവ് വെളിപ്പെടുത്തുന്നതാണ്. സഹിക്കുന്ന ഒരാത്മാവ് പ്രവർത്തനനിരതമായിരിക്കുന്ന ആത്മാവിനേക്കാൾ കൂടുതൽ ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നേടും. ആ ആത്മാവാണ് അനുഗ്രഹമുള്ള ആത്മാവ്. അപ്പൊ ഒരു സഹനമില്ല, സഹനമൊക്കെ മാറിക്കിടുന്ന ആത്മാവല്ല അനുഗ്രഹമുള്ള ആത്മാവ്. ദൈവചിന്തയോടുകൂടെ സഹിക്കുന്ന ആത്മാവാണ് അനുഗ്രഹമുള്ള ആത്മാവ്. ഇപ്പൊ ഇതിനകത്ത് തന്നെ ഒത്തിരി പേര് നടുവേദന കൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പൊ എനിക്കൊന്നും അത്ര വലിയ നടുവേദനയൊന്നുമില്ല. ഈ നടുവേദന ഉള്ളവരെക്കാൾ, നടുവേദന ഇല്ലാത്തവരെക്കാൾ നടുവേദനയോടുകൂടി ഇരിക്കുന്നവരാണ് സ്വർഗത്തിൽ അനുഗ്രഹമുള്ള ആത്മാവ്. എന്നുവെച്ചതി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നമ്മൾ കണക്കാക്കുകയാണ്. സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി കണക്കാക്കുന്ന അതിന് നമുക്ക് ഈ വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചൊരു ജ്ഞാനം കിട്ടിയാലാണ് ഇത് നമുക്ക് തെളിഞ്ഞു വരുള്ളൂ.
എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. 1737 വിശുദ്ധ ഫൗസീന ഒരു ദിവസം ഈശോയോട് പറഞ്ഞു, ഈശോയെ അങ്ങ് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അങ്ങ് എന്നോട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും, സ്വർഗത്തിലെ കാര്യങ്ങൾ കാണിച്ചു തരും. പക്ഷേ ഞാൻ ഇവിടെ നോക്കുമ്പോൾ എല്ലാവരും എന്നെ വെറുക്കുന്നു, എന്നെ ഒരാളും അംഗീകരിക്കുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞാലും തട്ടിപ്പ പറയണമെന്ന് പറയും. ഒരാൾ ഞാൻ പറഞ്ഞ വാക്കിന് വില വെക്കുകയല്ല. ഈശോയോട് വിശുദ്ധ ഫൗസീന പറയുകയാണ്, എന്തിനാ എന്നെ ഇങ്ങനെ കണ്ടമാനം ഈ കഷ്ടപ്പെടുത്തണത്? കുറച്ച് ദിവസങ്ങൾക്ക് നല്ല ദിവസങ്ങൾ തന്നുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താ ഈശോ പറയുന്നത്? വായിച്ചു നോക്കിയേ, 1787. ഞാൻ കർത്താവിനെ കണ്ടപ്പോൾ അവിടത്തോട് പറഞ്ഞു, ഈശോയെ അങ്ങ് എന്നെ പറ്റിക്കുകയാണ്. അങ്ങ് സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് സന്തോഷമൊക്കെ കാണിച്ചു തരും, പക്ഷെ എന്നെ ഭൂമി വിട്ടിട്ട് പോകും. എന്നാ എന്നെ സ്വർഗത്തിൽ ഇങ്ങനെ എടുത്തുകൂടെ? എനിക്ക് സ്വർഗത്തിൽ വന്ന അങ്ങയുടെ കൂടെ സുഖമായിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണില്ല, ഈ രോഗിയായിട്ട് ഭൂമിയിൽ തന്നെ ഇട്ടിട്ട് പോകും. അങ്ങനെ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് സ്വർഗത്തിലെല്ലാം കാണിച്ചു തരും, എന്നിട്ട് ഭൂമി ഇട്ടിട്ട് പോകും. അങ്ങനെ എപ്പോഴും പറ്റിക്കുകയാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, സ്വർഗത്തിലിരുന്ന് ഈ നാളുകളെ കാണുമ്പോൾ നീ ആനന്ദിക്കുകയും ഇത്തരം ദിവസങ്ങൾ സാധിക്കുന്നിടത്തോളം അധികം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നീ അന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. നീ അന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. നിനക്ക് ഇപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റാത്തതിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതായത് വിശുദ്ധ ഫൗസ്റ്റീനോട് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇതെല്ലാം കഴിഞ്ഞ് മരിച്ച് ഒരു നാൾ സ്വർഗത്തിൽ വരും. അന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ദിവസങ്ങൾ നീ കാണും. ഈ ദിവസങ്ങളിൽ നിനക്ക് കിട്ടിയ ആത്മീയ കൃപകൾ നീ കാണും. നിന്റെ ആത്മാവിന് കിട്ടിയ ഗ്ലോറി നീ മനസ്സിലാക്കും. അന്ന് നീ എന്നോട് ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യും, എന്തുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ അതുപോലെ സഹനത്തിന്റെ ദിവസങ്ങൾ തന്നില്ല, എന്നെ എന്തിനാ പെട്ടെന്ന് എടുത്തേ, കുറച്ചും കൂടെ സഹിക്കാൻ വേണ്ടി ആ കട്ടിലും കിട്ടേക്കാൻ പാടില്ലായിരുന്നോ, എന്നാൽ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഗ്ലോറി കിട്ടുമായിരുന്നല്ലോ, എന്തിനാണ് എൻ്റെ സഹനത്തിന്റെ ദിവസങ്ങൾ വെട്ടിക്കുറച്ചത് എന്ന് എന്നോട് നീ കംപ്ലൈന്റ് ചെയ്യും. നീ എന്നോട് പരാതി പറയും, എന്തുകൊണ്ട് ആ ദിവസങ്ങൾ ഇത്രമാത്രം വെട്ടിക്കുറച്ചു എന്ന് ചോദിക്കുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രമാത്രം വിലയുള്ളതാണ് ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് ദൈവം അനുവദിക്കുന്ന ഈ സഹനത്തിന്റെ കാസ, സഹിക്കുന്ന ദിവസങ്ങൾ, ഞെരുക്കത്തിന്റെ ദിവസങ്ങൾ, ഭൂമിയിലെ കഷ്ടതയുടെ ദിനങ്ങൾ അത്രമാത്രം വിലയുള്ളതാണ്. അതിന്റെ ദിവസങ്ങൾ അന്ന് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ഈശോയോട് പറയും, എന്തുകൊണ്ട് മാക്സിമം ഞങ്ങൾക്ക് തന്നുകൂടാ? എന്താ അതിന്റെ കാരണം എന്നറിയാവോ? അതിന്റെ കാരണം ഇതാണ്. ആ കാരണത്തെക്കുറിച്ച് നമ്മുടെ വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു വിശുദ്ധൻ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, ഭൂമിയിലായിരിക്കുമ്പോൾ മാത്രമാണ്. വിശുദ്ധ അഗസ്തീന പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ അഗസ്തീനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, ഭൂമുഖത്ത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് നാം എല്ലാവരും യോഗ്യതകളോ അയോഗ്യതകളോ സമ്പാദിക്കുന്നത്. ഇവിടെ വെച്ച് കൈവശപ്പെടുത്താൻ കഴിയാത്തത് മരണശേഷം കിട്ടുമെന്ന് ആശിക്കരുത്. അതായത് ഇന്ന് വിശുദ്ധ ഫൗസ്റ്റീന അവിടെ ഇരുന്ന് ആഗ്രഹിക്കുകയാണ്, എൻ്റെ ആത്മാവിന്റെ ഗ്ലോറി കുറച്ചും കൂടെ കൂട്ടണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. മരിക്കുന്നത് വരെ മാത്രമേ ഉള്ള അവസരമുള്ളൂ. ഇന്ന് അവിടെ ഇരുന്ന് എന്താ പറയണത്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ മദർ തെരേസ ചിന്തിക്കുകയാണ്, എനിക്ക് ഇത്രയും പോരാ, എനിക്ക് എൻ്റെ ആത്മാവിന്റെ ഗ്ലോറി കുറച്ചും കൂടെ കൂട്ടണം. നടക്കില്ല. മരിക്കുന്നതോടുകൂടെ അവസരം തീർന്നു. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് പറയാണ്, ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് ഒരാത്മാവിന് യോഗ്യതകളോ അയോഗ്യതകളോ സമ്പാദിക്കാനുള്ള അവസരം. ഇവിടെ വെച്ച് നമ്മുടെ ആത്മാവിന് ധന്യത കൂട്ടാൻ പറ്റും. നമ്മുടെ ധന്യത കൂട്ടാൻ ഓടി നടക്കുമ്പോഴല്ല ധന്യത കൂടുന്നത്. നമ്മൾ എന്തെങ്കിലും വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനം കൊണ്ടല്ല ധന്യത കൂടുന്നത്. വേറെ എന്തെങ്കിലും പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതല്ല ധന്യത കൂടുന്നത്. എപ്പോഴാണ് ഒരാത്മാവിന് ധന്യത കൂടുന്നത്? ഏറ്റവും അധികം ധന്യത ഒരാത്മാവിന് ധന്യത ഏറ്റവും അധികം കൂടുന്നത് ദൈവഹിതപ്രകാരം സഹിക്കുന്നതിനാണ്. വെറുതെ നിങ്ങൾ ഓരോ തോന്നിയാസം കാണിച്ച് സഹിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല. തോന്നിയാസം കാണിച്ചാൽ അടി കിട്ടും. ആ സഹനം വേറെ. പരീക്ഷയ്ക്ക് പഠിക്കാതിരുന്ന് തോറ്റു, അത് വലിയ സഹനമായിട്ട് കൊണ്ടു നടക്കരുത്. അതിന് നല്ല അടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പക്ഷേ ദൈവഹിത, നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നു, പക്ഷെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു. നിങ്ങൾക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. അതിനകത്ത് ആകെയുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, സഹിക്കുക. അതിനകത്ത് കൂടെ കടന്നു പോവുക, വേറെ ഒരു വഴിയില്ല. പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹിക്കല്ലാതെ അതിനകത്ത് വേറെ ഒരു വഴിയില്ല. അതാ നമ്മൾ ആ സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ആ സമയത്ത് ആ സഹനത്തിലൂടെ അങ്ങോട്ട് കടന്നു പോവുക, അത്രേ ഉള്ളൂ.
എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവഹിതപ്രകാരം സഹിക്കുന്ന ഒരവസരം കിട്ടിയാൽ, സഹിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, ഒരു രോഗം വന്നു, അല്ലെങ്കിൽ ഒരാൾ തെറ്റിദ്ധരിച്ചു, അതും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലേക്ക് വന്നതിന് ശേഷം അടിക്കടി നമ്മൾ ചെയ്യുന്ന എല്ലാം എന്താണ്, ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കടബാധ്യത കൂടുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനക്കേട് വർദ്ധിക്കുന്നു, മക്കൾ ദുർമാർഗത്തിലേക്ക് പോകുന്നു, വലിയ വേദനയാണ്. അപ്പം നമ്മുടെ എപ്രാസ്യാമ്മ വിശുദ്ധിയിലേക്ക് വളരും തോറും 2 ആങ്ങളമാരും മുഴുക്കുടിയന്മാരായി മാറി. എപ്രാസ്യാമ്മയുടെ, വിശുദ്ധ എപ്രാസ്യാമ്മയുടെ അല്ലേ, ആ കുടുംബത്തിലെ സമ്പത്ത് മുഴുവൻ നശിച്ചു. പല അനർത്ഥങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുകയാണ്. പക്ഷെ എപ്രാസ്യാമ്മ അപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദൈവമേ, നീ നല്ലവനാണ്, നിനക്ക് തെറ്റ് പറ്റുകയില്ല, നീ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നന്മയാണ്, അതെല്ലാം ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ നിന്റെ തിരുനാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. അൽഫോൻസാമി അങ്ങനെ തന്നെയായിരുന്നു, എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു, ദൈവത്തെ അറിഞ്ഞവരെല്ലാവരും. നമ്മളും അങ്ങനെ തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടെ ക്ലിയർ ആകാനുള്ളത് കൊണ്ട് കർത്താവ് ഈ രാത്രി നമ്മളെ വിളിച്ച് നമ്മൾക്ക് ദൈവരാജ്യത്തിന് ഒരു ഉത്ബോധനം തരികയാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്തായാലും നിങ്ങളിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ, അൽഫോൻസാമയുടെ ജീവിതത്തിലും എപ്രാസ്യാമ്മയുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിലും ഒക്കെ കർത്താവ് സഹനങ്ങൾ, വിശുദ്ധ ഫൗസ്റ്റീനാമ്മയുടെ ജീവിതത്തിലൊക്കെ കർത്താവ് സഹനങ്ങൾ കൊടുത്തതുപോലെ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ലിസ്റ്റിൽ പേര് ചേർത്ത് ആത്മാവിൻ്റെ യോഗ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവഹിത പ്രകാരമുള്ള സഹനങ്ങളും തെറ്റിദ്ധാരണകളും നിന്ദനങ്ങളും പരാജയങ്ങളും കണ്ണുനീരും രോഗങ്ങളും കുടുംബ പ്രശ്നങ്ങളും ദൈവം അനുവദിച്ചിട്ടുണ്ട്. അതിലൂടെ ദൈവചിന്തയോടെ കടന്നു പോകണം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭൂമുഖത്ത് ജീവിച്ചിരിക്കുമ്പോഴാണ് നാം എല്ലാവരും യോഗ്യതകളോ അയോഗ്യതകളോ സമ്പാദിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. അതുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുകയാണ്, ഈ നാളുകളെ നീ കാണുമ്പോൾ നീ ആനന്ദിക്കുകയും ഇത്തരം ദിവസങ്ങൾ സാധിക്കുന്നിടത്തോളം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നീ എന്നോട് പറയുകയും ചെയ്യും പിന്നീട് സ്വർഗത്തിൽ വരുമ്പോൾ. അത്രയും വിലയുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് പറയണത്, ഈ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന് ജലവും ദൈവഹിതപ്രകാരം സ്വീകരിക്കുന്നവരെ കണ്ട ഭാഗ്യവാന്മാർ എന്ന് പറയണം. കാരണം അവരുടെ ആത്മാവ് സ്വർഗത്തിൽ വളരെ യോഗ്യത നേടിയ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്താണ് ഇതിനെക്കുറിച്ച് പറയണത്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയണത്, ഒരു വ്യക്തി സഹിക്കേണ്ടി വരുന്നത് പോലെ തന്നെ ഒരു കുടുംബം ഒന്നിച്ച് സഹിക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ സഹിക്കേണ്ട വരുന്നത് എൻ്റെ ആത്മാവിന്റെ കാര്യം, ഇതുപോലെ തന്നെ ഒരു കുടുംബം ഒരുമിച്ച് സഹിക്കേണ്ടി വരും. അപ്പൻ, അമ്മ, മക്കളെല്ലാം സഹിക്കേണ്ടി വരും. അപ്പൊ ഞാനാണെങ്കിൽ സഖിയോൻ ധ്യാനകേന്ദ്രൻ, എൻ്റെ കൂടെയുള്ള ശുശ്രൂഷകരെല്ലാവരും ഒരുമിച്ച് സഹിക്കേണ്ടി വരും. കുടുംബം ഒരുമിച്ച് സഹിക്കേണ്ടി വരും. ഒരു കോൺഗ്രിഗേഷൻ ഒരുമിച്ച് സഹിക്കേണ്ടി വരും. ഒരു റീത്ത് സീറോ മലബാർ സഭ ഒരുമിച്ച് സഹിക്കേണ്ടി വരും. അങ്ങനെയുണ്ട്. ചിലപ്പോൾ ഗ്ലോബൽ ആഗോള സഭ ഒരുമിച്ച് സഹിക്കേണ്ടി വരും. അതാണ് CCC 675. CCC കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 675. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ 2ാം വരവിന് മുമ്പ് സഭ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, ഒരു റീത്തല്ല, സഭ മുഴുവനും ആഗോള എല്ലാ രാജ്യങ്ങളിലും സഭ ഒരുമിച്ച്, മാർപ്പാപ്പയുടെ കീഴിലുള്ള സഭ ഒരുമിച്ച് ക്രിസ്തുവിന്റെ 2ാം വരവിന് മുമ്പ് സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് പല വിശ്വാസികളുടെയും വിശ്വാസത്തെ പിടിച്ചു കുലുക്കും. അത്രയ്ക്കും വലിയ കഷ്ടതയും അത്രയ്ക്ക് വലിയ ഞെരുക്കവും മനസ്സിലാകാത്ത സഹനങ്ങളുമായിരിക്കും യേശുവിന്റെ 2ാം വരവിന് മുമ്പ് സഭയിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 677 CCC 677. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരമുള്ളതാണ്. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിക്കേ. പാടുള്ളവരെല്ലാവരും ഒരുമിച്ചൊന്ന് വായിച്ചേ. ഒരുമിച്ച് വായിക്കുക. കുറച്ച് ഉറക്കെ വായിച്ചോ. കർത്താവിന്റെ സഭ തൻ്റെ കർത്താവിന്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും പങ്കുപറ്റുന്ന അന്തിമമായ ഈ പെസഹായിലൂടെ മാത്രമേ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പെസഹായിലൂടെ കടന്നു പോകാതെ ഒരാളും മഹത്വത്തിലേക്ക് പ്രവേശിക്കില്ലെന്നാണ് പറയണത്.
ഗെത്സമൻ തൊട്ട് ഗാഗുൽത്ത വരെയുള്ള ആ ഒരു പെസഹ തൊട്ടുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ, പെസഹാനുഭവം. പെസഹായുടെ രാത്രിയിലൂടെ കടന്നു പോകാതെ നിങ്ങൾക്ക് ആർക്കും ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. നിങ്ങൾ സുഖമായിട്ട് ഇപ്പൊ ഒരുപാട് പേരെന്താന്ന് വിചാരിച്ചിരിക്കുന്നത്, ഇങ്ങനെ സഭ ഇങ്ങനെ പോയി 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 പൊങ്ങി 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 അങ്ങ് പൊങ്ങി പോകുന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല സംഭവിക്കാൻ പോണത്. സഭ അവസാന കാലം വരുമ്പോ എന്താ, ഒരുപാട് പീഡിപ്പിക്കപ്പെടും. അങ്ങനെ സഹിച്ച് 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 സഹിച്ചാണ് പൊങ്ങി പോകാൻ പോണത്. അത് ഒന്നുകൂടെ വായിച്ചു നോക്കിക്കേ. ഈ രാജ്യം, ദൈവരാജ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത് സഭ ഉത്തരോത്തരം പൊങ്ങി 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 അങ്ങോട്ട് ഗ്ലോറി ആയിട്ട് ഈ ഭൂമി എല്ലാവരുടെ മുമ്പിൽ വെച്ച് നല്ല ഗ്ലോറിയസ് ആയിട്ട് ഇരിക്കുമ്പോഴല്ല, പിന്നെയോ തിന്മയുടെ അന്തിമമായ സ്വതന്ത്ര വിഹാരത്തിൽ അത് ചവിട്ടിമെതിക്കപ്പെടും. അതിനുശേഷം അവസാനം യേശു വന്ന് സാത്താൻ എന്നേക്കുമായി പരാജയപ്പെടും. യേശുവിന്റെ 2ാം വരവിലായിരിക്കും അത് സംഭവിക്കുള്ളൂ. അതിനു മുമ്പ് തിന്മയുടെ അന്തിമമായ ഒരു സ്വതന്ത്ര ഒരു അഴിഞ്ഞാട്ടം ഉണ്ടാവും. അഴിഞ്ഞാട്ടം, ആ അഴിഞ്ഞാട്ടത്തിന്റെ ഭാഗമാണ് ജനറൽ അനാർക്കി സഭയിലുണ്ടാവും. ജനറൽ അനാർക്കി എന്ന് പറഞ്ഞാൽ ഒറ്റ സിസ്റ്റർമാര് സഭയെ അനുസരിക്കാതെയാവും, ഒറ്റ വൈദികര് സഭയെ അനുസരിക്കാതെയാവും, എല്ലാവരും ആളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാവും, എല്ലാവരും ഓരോ സഭാ നേതാക്കന്മാരായിരിക്കും. അതാണ് പറയണത്, there will be a general anarchy in the Catholic Church. യേശുവിന് 2ാം വരവിന് തൊട്ട് മുമ്പ് സഭയിൽ വ്യാപകമായ അരാജകത്വം ഉണ്ടാവും. അനുസരിക്കുന്ന ആളുകൾ ചുരുങ്ങും. കുടുംബങ്ങളിൽ അങ്ങനെ തന്നെ, കുടുംബങ്ങളുടെ സ്ഥിതി ഏതാണ്ട് അതുപോലെ ആയിട്ടുണ്ട്. ഒറ്റ ഒരെണ്ണത്തിന് അനുസരിക്കാൻ പറ്റാതെ ആയിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞ ഉടനെ വിവാഹമോചനം, കുട്ടികളോട് പറഞ്ഞ ഉടനെ അതിങ്ങനെ ഒരു പ്രത്യേക ഒരു റിയാക്ഷൻ. ഒറ്റ ഒരെണ്ണത്തോട് പറയാൻ പറ്റാത്ത സ്ഥിതിയായി പാരൻസിന്. എന്താ, ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം വ്യാപകമായി നടപ്പാകും. ഇത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, ചെറുത് തൊട്ട് വലുത് വരെയുള്ള മുഴുവൻ സഭാമക്കളുടെ ജീവിതത്തിൽ ഇത് വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് പറയണത്, കർത്താവിൻ്റെ സഭ ഉത്തരോത്തരം ഉയർന്ന് വിജയം വരിച്ച് അങ്ങനെ ഗ്ലോറിയസ് ആയിട്ട് നേരെ സ്വർഗത്തിലേക്ക് പോവുകയല്ല ചെയ്യണത്. അവസാനം വരുമ്പോൾ ചവിട്ടിമതിക്കപ്പെടും. തിന്മയുടെ സ്വതന്ത്രമായ വിഹാരത്തിൽ അത് ചവിട്ടിമതിക്കപ്പെട്ട് അങ്ങനെ വിഷമിക്കും. ഈശോ വന്ന് സാത്താനെ തോൽപ്പിക്കുന്നത് വരെ സഭ വിഷമിക്കും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനൊന്നും ഒരു പരിഹാരമില്ല സഹോദരങ്ങളെ. ഈശോ വന്ന് സാത്താനെ തോൽപ്പിക്കുന്നത് വരെ അതിന് പരിഹാരം ഉണ്ടായിരിക്കുകയല്ല. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? 677 പറയാണ്, സഭ തന്റെ കർത്താവിന്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും പങ്കുപറ്റുന്ന അന്തിമമായ പെസഹായിലൂടെ മാത്രമേ സ്വർഗത്തിലെ ഗ്ലോറിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. എഴുന്നേറ്റ് നിന്നേ. ഇത് ഓരോ ആത്മാവിനെ സംബന്ധിച്ച് സത്യമാണ്. എഴുന്നേറ്റ് നിന്നേ. വിശുദ്ധ ഡോൺ ബോസ്കോ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മളെ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. വീട്ടിലുള്ളവർ എഴുന്നേറ്റ് നിന്നോ. ഇന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം നിങ്ങളുടെ ഭൂമിയിലുള്ള എല്ലാ കഷ്ടതകൾക്കും സഹനങ്ങൾക്കും പൂർണ്ണ സംതൃപ്തി നൽകുന്നതായിരിക്കും. സ്വർഗത്തിലുള്ള നിങ്ങളുടെ പ്രതിഫലം നിങ്ങളുടെ ഭൂമിയിലുള്ള സകല കഷ്ടതകൾക്കും സഹനങ്ങൾക്കും കണ്ണുനീരിനും മനപ്രയാസത്തിനും പരിപൂർണ സംതൃപ്തി നൽകുന്നത്. അത്രയും വലിയ റിവാർഡ് ദൈവഹിത പ്രകാരം സഹിക്കുന്നവർക്കുണ്ട് സഹോദരങ്ങളെ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവഹിത പ്രകാരം സഹിക്കുന്ന ഒരു ക്രിസ്ത്യാനി ഒരു ആരെയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അങ്ങോട്ട് എൻകറേജ് ചെയ്യണം, പരസ്പരം എൻകറേജ് ചെയ്യണം. ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്യണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷകർ തമ്മിൽ എൻകറേജ് ചെയ്യണം, സഹിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രകാരം സഹിക്കുന്നത്, ദൈവം അനുവദിക്കുന്നത് സഹിക്കുന്നതിൽ പുതിയതായിട്ട് അധികം ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. ദൈവം അല്ലാതെ തന്നെ അനുവദിച്ചു തരും. അത് അങ്ങോട്ട് സന്തോഷമായിട്ട് എടുക്കുന്നതിൽ ആനന്ദിക്കണം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ രഹസ്യം പറഞ്ഞ് വിശുദ്ധന്മാരെന്താ പ്രാർത്ഥിച്ചെന്നറിയോ?
ഞാനും നിങ്ങളത് എൻകറേജ് ചെയ്യാം. ഞാൻ പണ്ട് എന്നോട് ഒരാൾ പറഞ്ഞു, അധികം സഹനം ചോദിക്കണ്ട, ചോദിച്ചല്ല കിട്ടും. അതിനുശേഷം ഞാൻ അധികം ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, വിശുദ്ധന്മാരുടെ പാത അതല്ല, അത് ഭീരുവായ ഒരു പേടിത്തൊണ്ട പറഞ്ഞതാണ് അച്ഛൻ്റെ മനസ്സിരിക്കുന്നത്. വിശുദ്ധന്മാർ ധൈര്യവാന്മാരായിരുന്നു, അവരെങ്ങനെയല്ല പ്രാർത്ഥിച്ചേ. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ അധിക സഹനം ചോദിക്കേണ്ടെന്ന്. അങ്ങനെ അധിക സഹനം ചോദിക്കേണ്ടെന്നല്ല ദൈവത്തിൻ്റെ ആത്മാവ് പറയണത്. ഈ കർത്താവിൻ്റെ ആത്മാവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നതിനാണ്. വിശുദ്ധന്മാർ ചോദിച്ചത് എന്താണെന്നറിയോ? വിശുദ്ധന്മാർ ഈ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വിശുദ്ധന്മാർ ഈശോയോട് ചോദിച്ചെങ്ങനെയാണ്, കർത്താവേ, ഒന്നുകിൽ സഹനം അല്ലെങ്കിൽ മരണം, എനിക്ക് സഹിക്കാൻ തരുന്നില്ലെങ്കിൽ എന്നെ അങ്ങോട്ട് എടുത്തോ. ഇതാണ് അവർ, അത്രയും അവരിതിന് രഹസ്യം മനസ്സിലാക്കി. അതുകൊണ്ട് അവർ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഒന്നുകിൽ സഹനം അല്ലെങ്കിൽ മരണം, ഈ രണ്ടിലൊന്നും മതി എനിക്ക്. ഒന്നുകിൽ എന്നെ ഇങ്ങനെ മരിച്ച എന്നെ എടുത്തോ, ഇല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ തരിക. എല്ലാ ദിവസവും എനിക്ക് സഹിക്കാൻ വേണം. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ നല്ല ധീരത വേണം. എൻ്റെ മനസ്സിൽ അത്രയും ധീരതയായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പുതിയതൊന്നും ചോദിക്കണ്ട, ദൈവം തരുന്നത് തന്നെ എടുത്താൽ ധാരാളം മതിയാവും എന്ന് പറഞ്ഞത്. അതെന്നോട് വേറൊരാൾ പറഞ്ഞത് എൻ്റെ മനസ്സിലിരിക്കുന്നതുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. എന്തായാലും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് അനുസരിച്ച് നിങ്ങൾ വേണ്ടത് ചെയ്തോ. വിശുദ്ധന്മാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അവരെന്താ ചെയ്തത്? അവർ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, ഒന്നുകിൽ സഹനം അല്ലെങ്കിൽ മരണം, ആ ഒരു വളർച്ചയിലേക്ക് ഞങ്ങൾ എത്തിക്കണേന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ഈ സമയം കർത്താവിനോട് അപേക്ഷിക്കുകയാണ്, എൻ്റെ കർത്താവേ, പെസഹ, അന്തിമ പെസഹായിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ അങ്ങ് ഞങ്ങളുടെ പേര് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങ് ഞങ്ങളുടെ പേര് അക്സെപ്റ്റബിൾ ആയിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ ലിസ്റ്റിൽ ഞങ്ങളുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ ദൈവരാജ്യത്തിന്റെ പെസഹായിൽ, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് ഒരു അന്തിമ പെസഹായിലൂടെ ഞാനും കടന്നു പോകേണ്ടി വരും. ഈശോ കടന്നുപോയി, മാതാവ് കടന്നുപോയി, സ്ലീഹന്മാരെല്ലാവരും കടന്നുപോയി. ആദിമ സഭ തൊട്ട് ഇന്ന് വരെ കോടാനുകോടി ക്രിസ്ത്യാനികൾ ആ വഴിയെ കടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ രഹസ്യം ഞങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തി തരണമേ എന്നും കൂടുതൽ ധൈര്യം തരണമേ എന്നും നമുക്ക് ഈ രാത്രി കർത്താവിനോട് പ്രാർത്ഥിക്കാം.